നമുക്ക് നല്ലത് ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലലാണ്. ഒരു റൂമിൽ കെട്ടിയിടുക, അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ നമുക്കങ്ങനെ അങ്ങോട്ട് കൊന്നുകളയാ. ഇതാണ് മുഹമ്മദിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലത്. പലരെയും ഇതിനു മുമ്പ് അങ്ങനെ കുറേശ്ശികൾ കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ വയസ്സം വന്നു പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, അതൊരു നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബനു ഹാഷിമും ബനു മുത്തലിബും ഇവിടെ ഉണ്ട്. അവരെ കൂട്ടത്തിൽപ്പെട്ട മുഹമ്മദിനെ അങ്ങനെ തടവറയിലിട്ടാൽ തീർച്ചയായും അവര് പ്രതിരോധത്തിന് വരും, നിങ്ങൾക്കിടയിൽ പൊരിഞ്ഞ സംഘടന ഉണ്ടാകും. അതൊരു നല്ല തീരുമാനമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് തോന്നി അത് ശരിയാണ്. അപ്പൊ വേറൊരാളെ അഭിപ്രായം വന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാം, നാട് കടത്താം, ശല്യം എവിടെങ്കിലും പോയി തുലയട്ടെ എന്ന് പറഞ്ഞപ്പോഴും ചില ആൾക്കാർ അത് നല്ല അഭിപ്രായമാണ്. അപ്പോഴും ഈ പ്രായം ചെന്ന മനുഷ്യനെ എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കറിയാലോ മുഹമ്മദിന്റെ വശീകരിക്കാനുള്ള സ്വാധീന ശക്തി. ഏതെങ്കിലും ഒരു നാട്ടിലെത്തിപ്പെട്ടാൽ ആ നാട്ടുകാരെ പെട്ടെന്ന് സ്വാധീനിക്കും. അങ്ങനെ ആളെ കൂട്ടിയിട്ട് പിന്നീട് ഒരു തിരിച്ചടി തീർച്ചയായിട്ടും നമുക്ക് നേരെ വരും. അതുകൊണ്ട് ആ തീരുമാനം നല്ലതല്ല. അപ്പോഴാണ് അബൂജഹൽ അവൻ എഴുന്നേറ്റ് താടിയും തലയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞു, ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താ? അത് കാച്ചിക്കളയാണ്, കൊന്നുകളയാണ്. എന്നാ പിന്നെ ആ പ്രശ്നം അവിടെ തീരും. അപ്പൊ ഈ പ്രായം ചെന്ന ആളെ എഴുന്നേറ്റ് പറഞ്ഞു, വളരെ ശരിയാണ്, അതാണ് നല്ല അഭിപ്രായം. അയാൾ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു. അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ? മുഹമ്മദിനെ ഏതെങ്കിലും ഒരാള് കൊന്നാൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബും ആ വ്യക്തിയുടെ കുടുംബത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കും. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് ഇവരെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് കൊലപാതകം നടത്തുന്നത് എല്ലാ ഗോത്രത്തിലെയും പങ്കാളിത്തത്തോടുകൂടെ ആവണം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ വീട് വളഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുമ്പം എല്ലാവരും കൂടെ വെട്ടിക്കൊല്ല. എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് നേരെ ഇവരിൽ നിന്ന് ആക്രമണം ഉണ്ടാവില്ല. നമ്മൾ ഒന്നിച്ച് ചെയ്ത കുറ്റമാണ്, അതിനെ നേരിടാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ആ അഭിപ്രായം പാസാക്കുകയാണ്. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. ആരാണ് ഈ പ്രായമുള്ള മനുഷ്യൻ? നിങ്ങൾക്കറിയോ? ഇതാണ് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ ഹബീബിനെതിരെയുള്ള ഗൂഢാലോചനക്ക് മനുഷ്യ വേഷം കെട്ടി ഇയാള് രംഗത്ത് വന്നതാണ്. അങ്ങനെ ഇവരതാ പാതിര സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ വീട് പെട്ടെന്ന് വളയുന്നു. വീട്ടിന് വളം പിടിച്ചു നിൽക്കുന്നു. അവര് വീട്ടിലേക്ക് എത്തി നോക്കിയപ്പം മുത്തുനബി അവിടെ ഉണ്ട്. ഉറക്കത്തിൽ ഒരാളെ കൊല്ലുക എന്നത് നമ്മളെ ഖുറൈശി തരത്തോട് യോജിച്ചതല്ല. അതുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് കൊല്ലേണ്ടത്. അതുവരെ നമ്മൾ ഇവിടെ കാത്തു നിൽക്കണമെന്ന് കരുതി അവർ വീട് വളഞ്ഞിരിക്കുമ്പോഴാണ് നസലൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് മുത്തുനബിക്ക് സന്ദേശം നൽകുന്നു, നബിയെ, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്, അങ്ങ് മദീനയിലേക്ക് പോകേണ്ട സമയമായി. അള്ളാന്റെ ഹബീബിന് മദീനയിലേക്ക് പോകണം. വീടിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ശ്രമകരമായ ഒരു പുറപ്പാടാണിത്. എന്തു ചെയ്യും? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പോറ്റുപുത്രന്റെ സ്ഥാനവും കൂടിയുള്ള മുത്താപ്പ അബൂ ത്വാലിബിന്റെ മകനായ തന്റെ മരുമകൻ കൂടിയായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാൻ പുതക്കുന്ന പുതപ്പ് പുതച്ച് ഇവിടെ കടന്നോളണം. എന്തു പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്കൊരാപത്തും സംഭവിക്കൂല. റസൂലുള്ള ധൈര്യം കൊടുത്തെങ്കിലും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ആ ത്യാഗം നമ്മൾ ഓർക്കണം. തീർച്ചയാണ് മുത്തുനബി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കിട്ടുന്നത് എന്നെയായിരിക്കുമല്ലോ. എന്താ ഖുറൈശികൾ ചെയ്യുക? എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാന്റെ ഹബീബിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനുള്ള സന്നദ്ധതയാണ് മഹാനായ അലി റളിയല്ലാഹുവിനോട് പ്രകടിപ്പിച്ചത്. ആ പുതപ്പ് പുതച്ചവിടെ കിടക്കുകയാണ്. മുത്തുനബി ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. അതാ അത്യാവശ്യ ഒരുക്കങ്ങളൊക്കെ നടത്തി. പിന്നെ ഒരു പിടി മണ്ണ് കയ്യിൽ വാരിയിട്ട് യാസീൻ സൂറ ഓതാൻ തുടങ്ങുന്നു. അങ്ങനെ ഓതി ഓതി ഫജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ.
ഇത്ര വരെ ഓതി അതിലേക്കൊന്ന് ഊതിയിട്ട് ആ മണ്ണ് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ആ മണ്ണിന്റെ ഓരോ തരിയും ചുറ്റും വളഞ്ഞിരിക്കുന്ന മുഴുവൻ ശത്രുക്കളുടെയും കണ്ണിൽ അല്ലാഹു എത്തിക്കുകയാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അതിനെ സംബന്ധിച്ചു കൂടിയാണ് ഖുർആൻ പറഞ്ഞത് നബിയെ, അവിടുന്ന് ആ മണ്ണ് വാരി എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എറിഞ്ഞത് അല്ലാഹുവാണ്. അല്ലാഹു എല്ലാ ശത്രുവിന്റെയും കണ്ണിൽ മണലെത്തിച്ചു. അവര് കണ്ണ് തിരുമ്പുന്നതിന്റെ ഇടക്ക് മുത്തുനബി അവിടുന്ന് വേഗം ഇറങ്ങി. നേരത്തെ മദീനയിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം വരും എന്ന സൂചന കൊടുത്തതിന്റെ പേരിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ആ പോകുന്ന സമയത്ത് എനിക്കും പോകണം എന്നാഗ്രഹിച്ച് 2 ഒട്ടകത്തെ റെഡിയാക്കി വെച്ചിരുന്നു. റസൂലുള്ളാഹി സാധാരണ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് വരുന്ന സമയത്തല്ല, ഈ പാതിര നേരത്ത് വീട്ടിലേക്ക് ഓടി വന്നത് കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് തോന്നി ഇത് പ്രത്യേകമായ ഒരു വരവാണ്. അവിടെ നിന്ന് ആരാഞ്ഞു, എന്തിനാണ്? മുത്തുനബി പറഞ്ഞു, അല്ലാഹു ഹിജ്റ പോകാൻ സമ്മതം തന്നിട്ടുണ്ട്, ഞാൻ അങ്ങയുടെ കൂടെ വന്നോട്ടെ. റസൂലുള്ള അതെ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുകയാണ് സിദ്ദീഖ് തങ്ങൾ. മുത്തുനബിയെ വേർപിരിയാതെ ജീവിതത്തിന്റെ വഴിത്തിരിവാകാൻ പോകുന്ന ഈ യാത്രയിൽ പങ്കാളിയാവാൻ ലഭിച്ച അവസരത്തിൽ ആഹ്ലാദിക്കുകയാണ്. പെട്ടെന്ന് തയ്യാറെടുക്കണം, കാരണം പുലർന്നാൽ ശത്രുക്കൾ എന്നെ തെരയും. അതിനു മുമ്പ് നമുക്ക് സുരക്ഷിതമായ ഒരു താവളത്തിൽ എത്തിച്ചേരണം. ഞൊടിയിട കൊണ്ടുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ചെറിയൊരു ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞു. ഒരു ചെറിയ ആടിന്റെ മാംസം അത് വേവിച്ചുകൊണ്ട് അതിനെ ഒരു പാത്രത്തിൽ ഒരു സഞ്ചിയിലിട്ടു. എന്നാൽ തിരക്കിനിടയിൽ അത് കെട്ടാനുള്ള ഒരു കയറ് തെരഞ്ഞിട്ട് കാണുന്നില്ല. ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹദിയായ സിദ്ദീഖ് തങ്ങളെ മൂത്ത മകളായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ അരയിൽ തുണി ഉടുക്കാൻ കെട്ടിയിരുന്ന ചരട് അത് അറുത്തുകൊണ്ടാണ്, ധൃതിയുള്ള സമയമായതിനാൽ ഈ പാത്രം കെട്ടിക്കൊടുക്കുന്നത്. ഇത് കണ്ട മുത്തുനബി പറഞ്ഞു, ഓ അസ്മാ, നിങ്ങൾക്ക് ഞാൻ ഇതിനു പകരം നാളെ സ്വർഗലോകത്ത് അരഞ്ഞാണം ധരിപ്പിക്കും കേട്ടോ. അതിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഈ ചെറിയ ഭക്ഷണം എടുത്തിട്ട് ഇവര് വേഗം വിട്ടു. ഇവര് കാൽനടയായിട്ടാണ് പോകുന്നത്. എങ്ങോട്ടാണ് ഓടിയത്? ഗാർ സൗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പർവ്വത ശിഖരത്തിലേക്കാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് കയറാനുള്ള വലിയൊരു കുന്നാണ്. ആ കുന്നിലേക്ക് അന്നത്തെ കാലത്ത് എന്തായിരിക്കും, ഇന്ന് തന്നെ നമ്മൾ പോയാൽ പോയിട്ടുള്ള വഴിയും സ്റ്റെപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അന്ന് പാതിര സമയത്ത് വെളിച്ചമില്ലാതെ മുത്തുനബിയും മഹാനായ സിദ്ദീഖ് തങ്ങളും ആ കുന്ന് കയറുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കണം. വളരെ പ്ലാനിങ് നടത്തിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പേരുള്ള അമുസ്ലിമായ ഒരാളെ തന്നെ മഹാനവറുകൾ കൂലിക്ക് ഇവിടെ ഒരു ജോലി ഏൽപ്പിച്ചു. എന്താണ്? അവർക്ക് ഹിജ്റ പോകാനുള്ള 2 ഒട്ടകങ്ങളെയും മേക്കാൻ ഇദ്ദേഹത്തിനാണ് പണി കൊടുത്തത്. അദ്ദേഹം ഒട്ടകങ്ങളൊക്കെ മേക്കണം. അതേപോലെ തന്നെ മഹാനവറുകൾ അസ്മാ ബീവിയെ ഏർപ്പാട് ചെയ്തു. ഞങ്ങൾ ഗാർ സൗറിൽ ഒളിച്ചു കഴിയുന്ന സമയത്ത് രാത്രി ആരും കാണാതെ ഭക്ഷണം എത്തിച്ചു തരണം. അസ്മാ ബീവി എന്നും പാതിരക്ക് അവിടെ താമസിച്ച 3 രാത്രിയും ഇവർക്കുള്ള ഭക്ഷണം കൊണ്ട് അവിടേക്ക് പോകുകയാണ്. അങ്ങനെ 3 ദിവസം ആ ഗുഹയിൽ താമസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ശത്രുക്കൾ റസൂലുള്ളാഹി തങ്ങൾ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ എഴുന്നേറ്റ് വരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. അവരാകെ സ്തബ്ധരായി. അലി റളിയല്ലാഹുവിന്റെ കയ്യും കാലും കെട്ടി കാബന്റെ മുമ്പിൽ കൊണ്ടിട്ട് ചോദ്യം ചെയ്തു, എവിടെ പോയി മുഹമ്മദ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയില്ല, അദ്ദേഹം രാത്രി പോയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്നു. അവരോട് ചോദിച്ചു, എവിടെ സിദ്ദീഖ്? അബൂജഹിൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ ആ ബലിഷ്ഠമായ കൈകൊണ്ട് മുഖത്തടിച്ചു കളഞ്ഞു. അസ്മായിന്റെ കാതിലുണ്ടായിരുന്ന ചിറ്റ് ആ അടി കാരണം തെറിച്ചുപോയി. അവര് പറഞ്ഞു, ഇവിടുന്ന് പോയിട്ടുണ്ട്, എവിടെയാണെന്നറിയില്ല.
അങ്ങനെ എല്ലാവരോടും ദേഷ്യം പിടിച്ച് കണ്ണിൽ കാണുന്ന മുഅ്മിനീങ്ങളെയൊക്കെ തല്ലി അലി റളിയല്ലാഹു അൻഹുവിനെ ഭീഷണിപ്പെടുത്തി. അവസാനം അവര് പ്രസ്താവന ഇറക്കി, മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ ജീവനില്ലാതെയോ ആര് പിടിച്ചുകൊണ്ടുവന്നാലും അവന് സമ്മാനം 100 ഒട്ടകമാണ്. ഈ സമ്മാന പ്രഖ്യാപനം കേട്ടതോടെ ഖുറൈശി ചെറുപ്പക്കാർ അവർ കുതിരപ്പുറത്ത് വാളുമെടുത്തിറങ്ങി മുത്തുനബിയെയും സിദ്ദീഖ് തങ്ങളെയും പിടികൂടാൻ. എല്ലാ ഊടുവഴിയിലൂടെയും അവർ അരിച്ചു പൊറുക്കുകയാണ്. അങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളും മറഞ്ഞിരിക്കുന്ന ഗോർ സൗറിന്റെ പരിസരത്തും ശത്രുക്കളുടെ ശബ്ദം കേൾക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുന്ന് വളരെ സങ്കടത്തോടെ പറയുകയാണ്, നബിയേ, ഇതാ ശത്രുക്കളെങ്ങാനും അവന്റെ കാലിലേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ അവര് നമ്മളെ കാണും, ഇതാ തൊട്ടു മുകളിൽ ശത്രുവുണ്ട്. ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു ഖുർആൻ സൂറ തൗബയിലൂടെ പറഞ്ഞു, ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. മുത്തുനബി തന്റെ സഹോദരൻ, തന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, അല്ലാഹു നമ്മളെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു അവന്റെ സമാധാനം അവർക്ക് നൽകുന്നു. ശത്രുക്കൾ കാണാത്ത സൈനികരെ കൊണ്ട് അല്ലാഹു അവരെ സഹായിക്കുന്നു. പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമായ ചില പദ്ധതികൾ കൊണ്ടാണ് ശത്രുക്കളെ കണ്ണ് അല്ലാഹു തിരിച്ചുവിടുന്നത്. ഇവരിങ്ങനെ തെരഞ്ഞപ്പം ഈ ഗുഹന്റെ അടുത്ത് വരെ വന്നപ്പോ ശത്രുക്കൾ പറഞ്ഞു, ഏതായാലും ഇവിടെ എത്തില്ലേ, ഒന്ന് ഉള്ളിൽ ഇറങ്ങി നോക്കുക എന്ന് പറഞ്ഞു ഒരാൾ. അങ്ങനെ ഇറങ്ങി നോക്കാൻ വേണ്ടി പോകുമ്പം ഈ സംഘത്തിലുണ്ടായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് അയാള് പറഞ്ഞു, മാ ഇർബുക്കും മിനൽ ഗോർ, എന്താ ആവശ്യത്തിനാ നിങ്ങൾ ആ ഗുഹയിലേക്ക് ഇറങ്ങുന്നത്? ഇന്ന ഫീഹി ലഅൻകബൂതൻ അഖദമു മിൻ മീലാദി മുഹമ്മദിൻ. മുഹമ്മദ് ജനിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ചിലന്തിയാണ് അവിടെ ആ കൂട് കെട്ടി നിൽക്കണേ. എന്തിനാ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, മൂപ്പര് തന്നെ പറഞ്ഞു. അപ്പൊ പോനാ ഇറങ്ങിയ ആൾ ഇങ്ങോട്ട് തന്നെ പോന്നു. അള്ളാഹു കൊടുത്ത സംരക്ഷണ. പിന്നെ ഇവര് ചെന്നപ്പോ ഒരു പ്രാവ് അവിടെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോ പ്രാവ് വാറിപ്പോയി. അപ്പോഴും അവർക്ക് തോന്നി, അതിന്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ എന്തായാലും പ്രാവ് ഇരിക്കൂലല്ലോ, നമ്മളെ കണ്ടപ്പോ പ്രാവ് വാറിയില്ലേ. അപ്പൊ ഉള്ളില് ആളില്ല. അതാണ് വമാഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ല തർഫിൻ മിനൽ കുഫാരി അൻഹു അമീ. ഖൈറും കറമുമാകുന്ന നബിയും സിദ്ദീഖ് തങ്ങളും ഗാറു സൗറിൽ മറഞ്ഞിരിക്കുമ്പോൾ ശത്രുക്കളുടെ കണ്ണുകൾക്ക് അല്ലാഹു അന്ധത നൽകുകയാണ്. വന്നുൽ ഗമാമ ഫളന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹ്മീ. ഈ പ്രാവിന്റെയും അതുപോലെ ചിലന്തിയുടെയും രക്ഷാകവചവും പ്രതിരോധവും കൊണ്ട് ഇവരെ അള്ളാഹു മടക്കി വിടുന്നു. സർവശക്തനായ അള്ളാഹുവിന്റെ ഹിക്മത്ത് എത്ര വലുതാണ്! ഇങ്ങനെ ശത്രുക്കൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അവര് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത് കൊണ്ട് നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് 3 ദിവസം അവിടെ തങ്ങാൻ. 3 ദിവസവും ഈ ആമിർ ഇബ്നു ഫുഹൈറ എന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരടിമയുണ്ട്. ഇദ്ദേഹമാണ് ഇവർക്ക് പാല് കറന്ന് അവിടെ എത്തിച്ചു കൊടുക്കാൻ. മദീനയിലേക്കുള്ള വഴി കാണിക്കാനും ഒട്ടകത്തെ മേക്കാനും വേണ്ടി നേരത്തെ അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന ആളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അസ്മാവ് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സഫർ മാസം ഒടുവിലെ വ്യാഴാഴ്ചയാണ് ഹിജറക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വ്യാഴാഴ്ച അർദ്ധരാത്രി ശേഷം. അത് കഴിഞ്ഞ് വെള്ളി, ശനി, ഞായർ 3 ദിവസം അവിടെ തങ്ങി. പിന്നെ 4ാമത്തെ ദിവസം തിങ്കളാഴ്ച അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്ക് ശത്രുക്കളൊക്കെ തെരഞ്ഞു മടുത്ത് തിരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഇറങ്ങിപ്പോകുമ്പം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത്
വാഹനവുമായി വന്നു. രണ്ടുപേരും ഒട്ടകപ്പുറത്ത് കയറി സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴി മാറ്റിയിട്ട് ഏകദേശം ബീച്ച് ഏരിയയിലൂടെ പോകാൻ തീരുമാനിച്ചു. ത്വരീഖ് ഹിജ്റ എന്ന് ഇന്ന് നിബിതങ്ങൾ അന്ന് പോയ വഴിക്ക് റോഡുണ്ട്, ആ വഴിക്ക് അങ്ങനെയാണ് ഇന്ന് പേര്. അങ്ങനെ രണ്ടാളും വളരെ രഹസ്യമായി അതിശീഘ്രം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം മദീനയിലേക്കുള്ള വഴിയിൽപ്പെട്ട ഉദൈദ് എന്ന പ്രദേശത്തെത്തിയപ്പം അവിടെ കുറെ ചെറുപ്പക്കാരിയ്ക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവര് ഈ കഥയൊന്നും അറിയില്ല. നബിസ്വല്ലാസങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും തേടി ശത്രുക്കൾ വരുന്ന രംഗമൊന്നും അവരറിയില്ല. അവരിവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിബിതങ്ങളും സിദ്ദീഖ് തങ്ങളും ഒന്നും അറിയാത്ത മാതിരി വേഗം സ്പീഡിൽ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോതാ ഖുറൈശികളിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ ഓടി വന്ന് ഖുദൈദിലെത്തി. ആ സംഘത്തോട് ചോദിച്ചു, മുഹമ്മദും അബൂബക്കറും ഇതിലൂടെ പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചു, എന്തേന്ന് വെച്ചു. അപ്പം പറഞ്ഞു, അവര് നമ്മളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. അവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മളെ നേതാക്കന്മാർ. അതുകൊണ്ട് അവരെ തേടി വന്നതാ ഞങ്ങൾ. അപ്പൊ സുറാഖത്തിന് മനസ്സിലായി, ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒട്ടകം ഞമ്മക്ക് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവരോട് പറഞ്ഞു, ഈ വഴിക്ക് അങ്ങനെ ആരും വന്നിട്ടില്ല, നിങ്ങൾ വിട്ടോളീന്നാ. ഇയാള് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വേഗം സ്വന്തം പൊരയിലേക്ക് പാഞ്ഞു. നല്ല ആയുധം എടുത്ത് ഒരു കുതിരയും സംഘടിപ്പിച്ച് ആ കുതിരപ്പുറത്ത് കയറി മുത്തുനബിയും സിദ്ദീഖ് തങ്ങളെയും പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന 100 ഒട്ടകം സ്വപ്നം കണ്ടുകൊണ്ടതാ അള്ളാന്റെ ഹബീബിന്റെ പിന്നാലെ ഓടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഒരു ബോഡി ഗാർഡ് കൂടിയാണ്. അതുകൊണ്ട് തിരുനബി തങ്ങൾക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും അവിടുന്ന് സുരക്ഷിതത്വം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഈ യാത്രയിലുടനീളം നമുക്കത് കാണാൻ കഴിയും. സൗറിൽ ഉള്ള സംഭവം നിങ്ങൾക്കറിയാം, ഞാൻ പരത്തി പറയുന്നില്ല. ഈ യാത്രയിലും ഇടക്ക് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒട്ടകത്തെ പായിപ്പിക്കും, പിന്നെ വയ്യോട്ട് മണ്ടും പിന്നിലേക്ക് പോകും. ശത്രു ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് തലങ്ങും വിലങ്ങും ഓടുകയാണ് സിദ്ദീഖ് തങ്ങൾ. ആ ഓട്ടത്തിലാണ് സുറാഖത്ത് ബിൻ മാലിക് കുതിരപ്പുറത്ത് വരുന്ന ശബ്ദം കേൾക്കുന്നു. വിളിച്ചു പറഞ്ഞു, നബിയേ, അതാ സുറാഖ വരുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന് ഒരു പേടിയില്ല, ഭയങ്കര ധൈര്യം. നബി തങ്ങൾ പറഞ്ഞു, ഭയപ്പെടണ്ട. പക്ഷേ സുറാഖത്ത് തൊട്ട് പിന്നിലെത്തി അള്ളാന്റെ ഹബീബിനെയും സിദ്ദീഖ് തങ്ങളെയും പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്നതാ സുറാഖ കയറിയ കുതിരയുടെ കുളമ്പുകൾ മണ്ണിലേക്ക് അങ്ങ് താഴ്ന്നു പോകുന്നു. സ്പീഡിൽ ഓടുന്ന വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ അതിലുള്ളവർ മുന്നോട്ട് തെറിക്കുന്നത് പോലെ സുറാഖത്ത് കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു വീഴുന്നു. ഒട്ടകത്തിന്റെ കാലാ പൂണ്ടോടുത്തത് പറിക്കാണ്ട് കിട്ടണില്ല. ആകെ പേടിച്ച് അദ്ദേഹം മുത്തുനബിയോട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ദ്വാരക്കണം. നബിസ്വല്ലാസങ്ങൾ ദ്വാരുന്നു, രക്ഷപ്പെട്ടു. പിന്നെയും അയാൾക്ക് തോന്നി, 100 ഒട്ടകല്ലേ കിട്ടുകയാണെങ്കിൽ ഒരു ശ്രമം കൂടി നടത്തിയാൽ എന്താ. ഇത്തവണ അതിനേക്കാൾ ശക്തമായ ഒരു വീഴ്ചയാണ് കിട്ടിയത്. അയാൾക്ക് ബോധ്യപ്പെട്ടത് സാധാരണക്കാരനല്ല. അതുകൊണ്ട് ഇനിയും എനിക്ക് കുരുത്തക്കേട് പറ്റാതിരിക്കണമെങ്കിൽ ഇവരോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ അള്ളാന്റെ ഹബീബിന് ഇദ്ദേഹത്തിന്റെ കുതിരയെ കൊടുക്കാം, എന്റെ യാത്രാസാമഗ്രികളൊക്കെ നിങ്ങൾക്ക് തരാം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്നെ രക്ഷപ്പെടുത്തണം. നബിസ്വല്ലാസങ്ങൾ പറഞ്ഞു, നിന്റെ ഒരു ചരക്കും കുതിരി ഞമ്മക്ക് വേണ്ട. നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഞങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിക്കുന്ന കാര്യം നീ ഏറ്റെടുത്താൽ മതി. നിന്റെ സംരക്ഷണം നമ്മൾ വാഗ്ദാനം ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ അതൊന്ന് എഴുതി തരണം. അങ്ങനെ നബിസ്വല്ലാസങ്ങൾ ഒരു തോലിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് അവിടെ പറയുകയാണ്, യാ സുറാഖ, ഓ സുറാഖ, നിനക്കറിയുമോ, കൈഫ ബിക യാ സുറാഖ ഇദാ തസവ്വർത ബിസിവാറ കിസ്റാ, കിസ്റായുടെ കൈകളിൽ ധരിക്കുന്ന വളകൾ നിന്റെ കൈകളിൽ ധരിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് സുറാഖ. എന്താ നിന്റെ വിചാരം? സുറാഖ അത്ഭുതത്തോടെ ചോദിക്കുന്നു, കിസ്റ ഇബ്നു ഹർമസ്, ഹർമസിന്റെ പുത്രനായ കിസ്റ,
അദ്ദേഹത്തിൻ്റെതാണോ? പേർഷ്യൻ ചക്രവർത്തിയുടെ വളയാണോ അവിടുന്ന് പറയുന്നത്? അതെ, അത് തന്നെയാണ്. എന്നാൽ അതൊന്ന് അവിടുന്ന് എഴുതിത്തരണം. നബി തങ്ങൾ എഴുതി കൊടുത്തു. ഈ എഴുത്തുമായി അദ്ദേഹം പോകുകയാണ്. ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയും, മക്കം ഫത്ഹ് കഴിഞ്ഞ് മുത്തുനബി ഹുനൈൻ യുദ്ധവും കഴിഞ്ഞ് അവിടെ നിന്ന് സംഭരിച്ച ഗനീമത്ത് സ്വത്തുകളെല്ലാം ജഅറാന എന്നൊരു സ്ഥലമുണ്ട് മക്കയിൽ. നമ്മൾ ഉംറക്ക് പോകുമ്പം ഇഹ്റാം കെട്ടാൻ അവിടെ പോകാറുണ്ട്. മുത്തുനബി ജഅറാനയിൽ നിന്ന് ഇഹ്റാം കെട്ടിയ സ്ഥലമാണ്. വലിയ പുണ്യമുള്ള സ്ഥലമാണ് ഉംറക്ക് ഇഹ്റാം കെട്ടാൻ. കഅബയിൽ നിന്ന് ഒരു 9 കിലോമീറ്ററോളം അകലത്തിലാണ് ആ അതിർപ്രദേശമുള്ളത്. അവിടെ മുത്തുനബി ഗനീമത്ത് സ്വത്തുകളൊക്കെ ഓഹരി വെച്ച് കൊടുക്കുന്ന ദിവസം, അതായത് ഈ സംഭവം കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സുറാഖത്ത് ബിൻ മാലിക് അന്ന് നബിതങ്ങൾ കൊടുത്ത ആ എഴുത്തുമായി ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവിടെ വെച്ചാണ് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായത്. അവിടെ തീരുന്നില്ല സുറാഖയുടെ ചരിത്രം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് കിസ്റ കൊട്ടാരം, വൈറ്റ് ഹൗസ് എന്നാണ് അവരെ കൊട്ടാരത്തിന്റെ അന്നത്തെ പേര്. അത് മഹാന്മാരായ സ്വഹാബത്ത് കീഴ്പ്പെടുത്തുന്നത് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലത്താണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും കൊണ്ടുവന്നപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിൽ അംഗമായിരുന്ന സുറാഖയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ സുറാഖ ഇർഫഅ യദൈക് വഅൽബിസ്ഹു സവാറൈൻ. സുറാഖയുടെ കൈ കാണിക്കാൻ പറഞ്ഞു. ആ 2 വളകളും അയാളെ കയ്യിൽ അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇതങ്ങ് അനുഭവിച്ചപ്പോ അദ്ദേഹം സന്തോഷത്തോടെ കരഞ്ഞുപോയി. അന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന ഈ വിഷയമല്ലേ, ഞാൻ മുസ്ലിം പോലും ആകാത്ത കാലത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത കാലത്ത്, അന്നത്തെ ഏറ്റവും വലിയ രാജാവായ സുറാഖയുടെ വളകൾ എന്റെ കയ്യിലെത്തുമെന്ന് ഹബീബ് പറഞ്ഞത് പടച്ചവനെ പുലർന്നല്ലോ. ഇതാണ് മുത്തുനബി. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം പ്രവചിക്കുന്ന ആളാ. അങ്ങനെയുള്ള പ്രവാചകന്മാർ ഭാവി അറിയില്ല, ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പ്രവാചകത്വം തന്നെ നിഷേധിക്കലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. മുത്തുനബി ഗൈബ് പറയുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്നയാളല്ല. അത് യഥേഷ്ടം ഓടുന്ന് പറയാറുണ്ട്. അത് ഇനിയും ധാരാളം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളുമായി ഒന്നിച്ച് മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ട മദീന നിവാസികൾ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുത്തുനബി വീട്ടിൽ നിന്ന് ഇറങ്ങിയ അന്ന് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വരവേൽപ്പ് നൽകണം. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നേതൃത്വത്തിൽ, ഹംസ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ, യസ്രിബിലെ ഔസ് ഖസ്റജ് ഗോത്രത്തലവന്മാരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകൾ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു. രാവിലെ അവർ ഒരുങ്ങി നിൽക്കും മദീനയുടെ അതിർത്തിയിൽ. ഉച്ചവരെ അവർ നിൽക്കും. ചൂട് കഠിനമായാൽ പിന്നെ അവര് വെയിലാറട്ടെ നേടി മാറി നിൽക്കും. അടുത്ത ദിവസം പിന്നെയും വരും. ഇങ്ങനെ കുറെ ദിവസം നിന്നു. അന്ന് ഒരു ദിവസം രാവിലെ മുതൽ നിന്ന് ഉച്ചവരെയായി. വെയിലിന് ചൂട് പിടിച്ചപ്പം അവര് തിരിച്ചുപോയി. ആ ദിവസമാണ് ഒരു യഹൂദിയായ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുകളിൽ കയറിയപ്പോൾ അകലെ നിന്ന് 2 ആൾരൂപം ഇങ്ങനെ വരുന്നത് കാണുകയാണ്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അറബ്, ഓ അറബ് ഗോത്രങ്ങളെ, ഹാദാ ജിദ്ദുകുമുല്ലദീ തൻതളിറൂൻ, നിങ്ങൾ ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്ന ആളുകൾ വരുന്നുണ്ട് എന്നാ തോന്നുന്നത്. ഇത് കേട്ടപാടതാ മുഅ്മിനീങ്ങൾ മുഴുവനും ഓടിയിറങ്ങി. ആണ് പെണ്ണ് കുട്ടികൾ മുതിർന്നവരെന്ന് വ്യത്യാസമില്ലാതെ അള്ളാന്റെ ഹബീബിനെ സ്വീകരിക്കാൻ എല്ലാവരും ഓടിയിറങ്ങുകയാണ്. റബീഉൽ അവ്വൽ മാസം 8-ാം തീയതി തിങ്കളാഴ്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അതിർത്തിയിലെത്തുന്നു. അങ്ങനെ അതാ മദീനയുടെ അതിർത്തിയിലെത്തുമ്പോ എല്ലാവരും അവിടുത്തെ ആഹ്ലാദത്തോടെ സ്വീകരിച്ച് ആനയിക്കുകയാണ്.
നിബിതങ്ങള് നേരെ തന്റെ വാഹനം വിട്ടത് മദീന പട്ടണത്തിലേക്കല്ല, ഖുബാ എന്ന പ്രദേശത്തേക്കാണ്. ആ പ്രദേശത്തേക്ക് വാഹനം കൊണ്ടുപോയി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. 4 ദിവസം അവിടെ തങ്ങി. തിങ്കളാഴ്ച അവിടെ എത്തി, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച രാവിലെ വരെ അവിടെ കൂടി. ആ ദിവസങ്ങൾക്കിടയിലാണ് മസ്ജിദുൽ ഖുബാ എന്ന നബി തങ്ങൾ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. മുത്തുനബി മദീനയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ പള്ളി ഏതാ? മസ്ജിദുൽ നബവിയല്ല, മസ്ജിദുൽ ഖുബാ ആണ്. ആ പള്ളിക്ക് അവിടുന്ന് തറക്കല്ലിട്ടു. 4 ദിവസം അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കായി താമസിച്ചു. നബിതങ്ങൾ അവിടെ തങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കണ്ണുവെട്ടിച്ച് മഹാനും ഖുബായിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇനി മദീനയിലേക്ക് പോകണം, പട്ടണത്തിലേക്ക് പോകണം. അതിനതാ വെള്ളിയാഴ്ച രാവിലെ തന്റെ അനുയായികളെയും കൂട്ടി അള്ളാന്റെ ഹബീബ് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീന പട്ടണത്തിലെത്തിയപ്പോ അവിടെ നിന്ന് ലഭിച്ച വമ്പിച്ച സ്വീകരണം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മുത്തുനബിയുടെ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത നേതാവാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. തന്റെ പൊന്നോമന പുത്രൻ അനസിനെ മുത്തുനബി മദീനയിൽ വന്ന അന്ന് തന്നെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, നബിയെ, ഇവനെ ഞാൻ അങ്ങയുടെ ഖാദിമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അവിടുന്ന് സ്വീകരിച്ചാലും. അന്ന് മുതൽ ഹബീബ് വഫാത്താകുന്ന നിമിഷം വരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത നേതാവാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുമായി വലിയ സ്നേഹബന്ധമുള്ള, ഒരർത്ഥത്തിൽ കുടുംബ ബന്ധമുള്ള മഹദിയാണ്. ഹബീബ് പലപ്പോഴും വിശ്രമിക്കാൻ അവരെ വീട്ടിൽ പോകാറുണ്ട്. ആ സമയത്ത് തിരുശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ പായയിലേക്ക് ഉറ്റി വീണാൽ മുത്തുനബി അറിയാതെ അത് പതുക്കെ വടിച്ചെടുത്ത് തന്റെ കുപ്പിയിലേക്ക് ശേഖരിക്കാറുണ്ട്. ഒരിക്കൽ അള്ളാന്റെ ഹബീബ് ഉണർന്നുകൊണ്ട് ചോദിച്ചു, യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈം, എന്താ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് പറഞ്ഞു, നബിയേ, ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഇത് സാധാരണക്കാരന്റെ വിയർപ്പല്ല. ഇത് ഏറ്റവും മുന്തിയ സുഗന്ധമാണ്. മാത്രമല്ല, വനർജു ബറക്കത്തുഹു ലിസ്ബിയാനിനാ, അവിടുത്തെ ശറഫാക്കപ്പെട്ട വിയർപ്പ് ഗണങ്ങളുടെ ബറക്കത്ത് ഞങ്ങളെ മക്കൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ. എല്ലാ സ്വഹാബി വനിതകളും സുന്നത്തി ജമാഅത്തിൽ വിശ്വസിച്ച മഹദികളായിരുന്നു. അവർ ഈ ബറക്കത്തിൽ വിശ്വസിച്ചവരായിരുന്നു. മുത്തുനബി എന്താണ് ഈ മറുപടി കേട്ടപ്പോൾ പറഞ്ഞത്? ഉമ്മു സുലൈമേ, ഇത് അന്ധവിശ്വാസമാണ്, ഈ കുപ്പിയിൽ ശേഖരിച്ചത് ശിർക്കാണ്, വലിച്ചെറിയണം എന്ന് പറഞ്ഞോ? ഇല്ല. ഫഖാല അസബ്തി യാ ഉമ്മ സുലൈം, നിങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവനും ശരിയാണ് ഉമ്മു സുലൈം എന്ന് പ്രതികരിക്കുകയാണ്. ഈ ഹദീസ് പൂർണ്ണമായും ഇമാം മുസ്ലിമും ഒരു ഭാഗം ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഖാദിമായി മകനെ ദാനം ചെയ്ത ആ മഹദിയുടെ മകൻ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം അറ യൗമൻ അഹ്സന വലാ അൽവഅ മിൻഹു. ഹബീബ് മദീനയിലേക്ക് വന്ന ആ ദിവസത്തേക്കാൾ ആഹ്ലാദഭരിതമായ ഒരു ദിനം മദീനയിൽ വേറെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുട്ടികൾ മുതൽ മുതിർന്നവരെ, ആൺമക്കളും പെൺകുട്ടികളും വരെ ഒന്നിച്ച് രംഗത്ത് വന്നുകൊണ്ടതാ ദഫ് മുട്ടിക്കൊണ്ട് പാടുന്നു. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ വരവേൽപ്പ് റബീഉൽ അവ്വൽ മാസത്തിൽ
മൗലൂദ് ഓതിയിട്ടുണ്ടോ സ്വഹാബത്ത്, റസൂലുള്ള മൗലൂദ് ഓതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ? റബീഉൽ അവ്വൽ മാസത്തിലാണ് ഈ മൗലിദ്, റസൂലുള്ളാഹിനെ വരവേറ്റ് മദ്ഹ് ചൊല്ലുന്നത്. അത് സ്വഹാബത്ത് ചെയ്തതാണ്. ഫത്ഹുൽ ബാരിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത് കാണാൻ കഴിയുകയാണ്. ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ മദീനയിലേക്ക് വന്ന മുത്തുനബിയെ മൗലിദിന്റെ വരികൾ ചൊല്ലി സ്വഹാബത്ത് സ്വീകരിച്ചതാണ്. അതിനി വേറെ പ്രമാണം തേടി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ യാത്രക്കിടയിലതാ തിരുനബി തങ്ങൾ മദീനയിലെത്തിയപ്പം സ്വഹാബത്തിന് ആഗ്രഹം. നേരത്തെ വന്ന കുറെ സ്വഹാബികളുണ്ടല്ലോ, അവരൊക്കെ മുഹാജിറുകളായി വന്നവരൊക്കെ അൻസാരികൾ അഭയം കൊടുത്ത് അവരെ വീട്ടിലാ താമസിപ്പിക്കുന്നത്. അതിന് എത്ര ആവേശത്തോടെയാണ് അവരൊക്കെ സ്വീകരിച്ചത്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് കിട്ടണം, എന്റെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അതിനുവേണ്ടി എല്ലാവരും പരമാവധി ഒരുങ്ങിയിട്ടുണ്ട്. പലരും ഓടിക്കയറി ആ ഹബീബിന്റെ വാഹനത്തിന്റെ മൂക്കയറ് പിടിക്കുകയാണ്. സുല്ലാസങ്ങൾ പറയും, നിങ്ങൾ വിട്ടേക്കുക, ആ ഒട്ടകത്തിന് അള്ളാന്റെ നിർദ്ദേശമുണ്ട്. എവിടെയാണ് താമസിക്കേണ്ടതെന്നതിന് നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തിയ തുബ്ബ രാജാവായ തുബാൻ അസ്അദ് എന്നു പേരുള്ള രാജാവ്, തുബ്ബ രാജപരമ്പരയിലെ ഒന്നാമനാണത്രേ അദ്ദേഹം. നേരത്തെ മുത്തുനബിക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച വീട് അബൂ അയ്യൂബ് അൻസാരി തങ്ങളെ കൈവശത്തിലാണ് ഇപ്പോഴുള്ളത്. ആ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ മുത്തുനബിയുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തി. ആ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ തെരഞ്ഞെടുത്തത്. അത് റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹു നേരത്തെ തയ്യാറാക്കിയ ഭവനമാണ്. അങ്ങനെ മാസങ്ങളോളം അവിടെ താമസിക്കുന്നു. സ്വഹാബത്ത് നബിയെ കാണാൻ അവിടെ വരുന്നു. ഇങ്ങനെ എല്ലാവരും ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. സ്വഹാബത്ത് പല ഭാഗത്തും ഹിജ്റ പോയവരും അവിടേക്ക് വരാൻ തുടങ്ങി. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരിൽ നിന്ന് നല്ലൊരു പറ്റം ആളുകൾ നബിതങ്ങൾ മദീനയിലേക്ക് വന്നു എന്ന വാർത്ത കേട്ട് അവരും മദീനയിലേക്ക് വന്നു. മദീനാവാസികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. സന്തോഷകരമായ ഒരവസ്ഥ. നേരത്തെ ഉണ്ടായ എതിർപ്പുകളും പ്രയാസങ്ങളും പീഡനങ്ങൾക്കും പകരം ഇപ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യം. നബി ഏറെ സന്തുഷ്ടനായി. എന്നാൽ വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ട്. ഇനി ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുകയാണ്. ഇതുവരെ സിവിലിയന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു മുസ്ലിങ്ങളെങ്കിൽ ഇനി അതൊരു രാഷ്ട്രമായി രൂപപ്പെടേണ്ട സന്ദർഭമാണ്. ഒരു രാഷ്ട്രമാകുമ്പോൾ അടിസ്ഥാനപരമായ സൗകര്യം പ്രജകൾക്ക് നൽകുക എന്നത് രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നവരുടെ ബാധ്യതയാണ്. മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അഭയാർത്ഥികളുടെ വരവാണ്. ദീനുമായി എല്ലാം വിട്ട് സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ച് ഓടി വന്ന ഒരുപാട് മുഹാജിറുകളുണ്ട്. ഇവർക്കൊക്കെ ഒന്ന് തലചായ്ക്കാൻ ഒരിടം വേണം. അവിടെയാണ് ഒരു കാലത്ത് ഔസും ഖസ്റജും എന്നീ രണ്ട് ഗോത്രങ്ങളുണ്ട് മദീനയിൽ. എന്താണ് ഈ ഗോത്രത്തിന്റെ പ്രത്യേകത? അവര് നേരത്തെ യമനിൽ നിന്ന് വന്നവരാണ്. യമനിലെ ബനൂ സഅലബ് ബിൻ അംർ, യമനിലെ വലിയൊരു അണക്കെട്ടുണ്ടായിരുന്നു, മഅ്റബ് അണക്കെട്ട്. ആ അണക്കെട്ട് തകർന്നപ്പോൾ ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട് ആ നാട്ടുകാർ വിവിധ പ്രദേശങ്ങളിലേക്ക് ചേക്കേറിയ കൂട്ടത്തിൽ ബനൂ സഅലബ് ബിൻ അംർ ഗോത്രക്കാർ അവര് മദീനയിലേക്ക് വന്നു. അന്ന് യസ്രിബ് എന്നാണ് മദീനയുടെ പേര്. ആ യസ്രിബിൽ വന്ന് അവര് താമസമാക്കി. ആ സഅലബ് ബിൻ അംറിന്റെ രണ്ട് മക്കളാണ് ഔസും ഖസ്റജും. അവർ പെറ്റുപെരുകി അളാപ്പി മൂത്താപ്പിയായി പെറ്റുപെരുകി അവരെ സന്താന പരമ്പരക്കാണ് ഔസ് ഗോത്രം ഖസ്റജ് ഗോത്രം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. എന്നാൽ ഇവര് രണ്ട് വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടി പതിറ്റാണ്ടുകളോളം ഇവര് യുദ്ധം ചെയ്ത് അവരിങ്ങനെ ക്ഷയിക്കും. മറുഭാഗത്ത് ജൂതഗോത്രങ്ങളായ 3 ഗോത്രങ്ങൾ മദീനയിലുണ്ട്. ഇവര് സാമ്പത്തിക ശേഷിയുള്ളവരാണ്. പരസ്പരം യുദ്ധം ചെയ്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഔസിനും ഖസ്റജിനും പലിശക്ക് പണം കൊടുക്കുക എന്നതാണ് അവരെ പ്രധാന തൊഴില്. എന്നിട്ട് ഇവരുടെ സ്വത്തും പറമ്പും ഒക്കെ അതടക്കാതെ ആവുമ്പോൾ പിടിച്ചെടുക്കുക. എക്കാലത്തും ജൂതന്മാരുടെ കുതന്ത്രം അതാണ്, അന്നും ഇത് തന്നെയാണ്. അങ്ങനെ ഈ ആളുകളെ പരസ്പരം ഏറ്റുമുട്ടിച്ച് തടിച്ചു ഒഴുക്കുന്ന ജൂതവർഗം ഒരു ഭാഗത്ത്, അള്ളാഹിന്റെ ഹബീബ്
ദീനാകുന്ന ഇസ്ലാമാകുന്ന ചരടിലേക്ക് ഈ ഭിന്നിച്ചു നിന്ന രണ്ട് ഗോത്രത്തെയും ഐക്യപ്പെടുത്തി. ഇനി ഔസ് ഖസ്റജ് എന്നതിനേക്കാൾ ഇവരെ അറിയപ്പെടേണ്ടത് അൽ അൻസാർ, സഹായികൾ എന്ന നല്ല പേരിലാണ്. അതിലാണ് നിങ്ങൾ അഭിമാനിക്കേണ്ടത്. റസൂലുള്ളാഹി തറവാടിത്തത്തിന്റെ പേരിലുള്ള വർഗീയതക്ക് അവിടെ പിണ്ടം വെച്ച് അടക്കുകയാണ്. അവരെ അൽ അൻസാർ എന്ന ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നു. അവരെ പ്രചോദനം നടത്തിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളെ സഹോദരങ്ങളായ മുഹാജിറുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് നിങ്ങൾ എല്ലാം പകുത്തു നൽകണം. ഇവര് ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം വിട്ടുവന്നവരാണ്. മഹാന്മാരായ സ്വഹാബത്ത് അൽ അൻസാർ ഇവരെന്ത് ചെയ്തു? ഇവര് വേഗം ഇവർക്ക് എല്ലാം കൊടുക്കാൻ തയ്യാറായി. എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ മഹാനായ ചെറിയൊരു ഉദാഹരണം നമുക്കറിയാം. മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി. ആ സ്വഹാബി മഹാനവറുകളെ വിളിച്ചിട്ട് പറയാണ്, സഅദ് ഇബ്നു റബീഉൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ വലിയ തോട്ടങ്ങളുടെ ഉടമയാണ്. അബ്ദുറഹ്മാൻ തങ്ങളെ, നിങ്ങൾ മക്കയിലെ വലിയ പണക്കാരനാണെന്ന് എനിക്കറിയാം. അതെല്ലാം വിട്ട് മദീനയിൽ വന്നതാണ്. ഇവിടെ ദരിദ്രനായി നിങ്ങൾ ജീവിക്കുക എന്നത് നിങ്ങൾക്ക് സാധിക്കൂല. അതുകൊണ്ട് എന്റെ തോട്ടത്തിന്റെ നേർപകുതി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇനി ഇതാ എനിക്ക് 2 ഭാര്യമാരുണ്ട്, അവരെ നിങ്ങൾക്കൊരു നോട്ടം നോക്കാം. ആരോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ത്വലാഖ് ചൊല്ലി നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ സമ്പത്തിലും നിങ്ങളെ ഭാര്യമാരിലും ബറക്കത്ത് ചൊരിയട്ടെ. അതൊന്നും എനിക്ക് വേണ്ട. ദുല്ലൂനി അലസ്സൂഖ്, ഇവിടത്തെ ചന്ത എവിടെയാണ്, ടൗൺ എവിടെയാണ്, മാർക്കറ്റ് എവിടെയാണ്, ഇതൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. നിങ്ങളൊന്നും തരണ്ട. വലിയ ബറക്കത്തുള്ള ചില ആൾക്കാരാണ്. അവരങ്ങാടി പോയാൽ മതി, പൈസ ആയിട്ടാ പോയ. കച്ചവടത്തിൽ ബറക്കത്തുള്ള ആൾക്കാർ. പൈസയൊന്നും ഓല് കൊണ്ടുപോകണ്ട, ഓല് പോയാൽ തന്നെ എന്തെങ്കിലും കച്ചവടാക്കിയിട്ട് ഇങ്ങോട്ട് പോകും. അങ്ങനത്തെ ബറക്കത്തുള്ള ആൾക്കാരുണ്ടാവും. നമ്മളെ കൂട്ടത്തിലെ കച്ചവടക്കാർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇതൊന്നും വാങ്ങാതെ ടൗൺ ഒന്ന് കാണിച്ചെന്നാൽ മതി. അങ്ങനെ പോയി ഏതോ ഒരാളോട് തൽക്കാലം കുറച്ച് പൈസ കടം വാങ്ങി. അതിന് അപ്പുറത്ത് കുറച്ച് സാധനം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വിറ്റു. ആ ലാഭം കയ്യിൽ വെച്ച് ആ കടമ്പ് കിട്ടി. പിന്നെ അതുകൊണ്ട് കച്ചവടം തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായി ആര് മാറുകയാണ്? ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മാറുകയാണ്. ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് ഇത്രത്തോളം അവരുടെ ഭാര്യമാരെ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന വളരെയധികം അടുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തെ പിന്നീട് അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം. ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായ ഒരു കാലമില്ലേ? ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു നിങ്ങളെ ഹൃദയങ്ങൾക്ക് യോജിപ്പ് തന്നു, രഞ്ജിപ്പ് തന്നു. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, ഒരു വയറിൽ നിന്ന് പുറത്തു വന്ന ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങളായി മാറിയില്ലേ? ഇത് റബ്ബ് ചെയ്ത അനുഗ്രഹമല്ലേ? അങ്ങനെ ഇവരെയൊക്കെ താമസിപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. എന്നിട്ട് വേഗം എന്ത് ചെയ്തു? മഹാനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അബൂ റാഫി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരെയും രാത്രി മക്കയിൽ ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചു. എന്തിന്? അവിടെ ഇനി റസൂലുള്ളാഹിന്റെ കുടുംബം അവിടെ ഉണ്ട്, സിദ്ദീഖ് തങ്ങളുടെ കുടുംബം അവിടെ ഉണ്ട്, അവരെയും കൂടെ രക്ഷപ്പെടുത്തണം. അതിന് ഈ 2 സ്വഹാബികൾ പറഞ്ഞേച്ചു. അവർ തന്ത്രപൂർവം ഇരുട്ടിന്റെ മറവിൽ അവിടെ എത്തി. അങ്ങനെ പ്രവാചക കുടുംബാംഗങ്ങളായ മഹദിയായ
റുഖയ്യ റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൂടെ ഹിജ്റ പോയിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയെ തന്റെ ഭർത്താവായ അബുൽ ആസ് തടഞ്ഞു വെച്ചു. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം മദീനയിലേക്ക് പോകാൻ ഭാര്യ അനുവദിച്ചില്ല. സൈനബ് ബി തടയപ്പെട്ടു. പിന്നെ നബി തങ്ങളുടെ വീട്ടിലുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ഭാര്യയായ സൗദ ബീവിയാണ്, മറ്റൊന്ന് ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ, പിന്നെ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഇവരാണ് അവിടുന്ന് രക്ഷപ്പെടുത്തേണ്ടത്. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ മകളാകുന്ന അസ്മയുണ്ട്, ആയിഷ ബീവിയുണ്ട്, അവരെ ഉമ്മ ഉമ്മു റുമാനുണ്ട്. അവരെയും രക്ഷപ്പെടുത്തണം. ഇവര് രണ്ടുപേരും പാതിരക്ക് പോയി വളരെ തന്ത്രപൂർവം ശത്രുക്കളെ കണ്ണിൽപ്പെടാതെ അവരെ രക്ഷപ്പെടുത്തി മദീനയിലെത്തിച്ചു. അൽഹംദുലില്ലാഹ്, നബിതങ്ങൾക്ക് സമാധാനമായി. അങ്ങനെ മുത്തുനബിതങ്ങൾ ഇനി ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. ഇനി ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ വ്യവസ്ഥിതി തയ്യാറാക്കേണ്ടത്, ഇതിനെല്ലാം ആദ്യത്തെ മാതൃക കാണിച്ച ഹബീബ് അവിടത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ 40 ചില്ലാനം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരൊന്നാം തരം വ്യവസ്ഥ തയ്യാറാക്കി. അതിൽ ഇസ്ലാം മതം സ്വീകരിക്കാത്ത ജൂതഗോത്രങ്ങളുണ്ട്. അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണവും വാഗ്ദാനം ചെയ്തു കരാർ എഴുതി. ജൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മതമനുസരിച്ച് ഇവിടെ ജീവിക്കാം, യാതൊരു വിലക്കുമില്ല. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിത വിഹിതം സക്കാത്തായി കൊടുക്കണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് സംരക്ഷണം തരുന്നതിന് നിങ്ങൾ എന്തു വേണം? അതിന്റെ നികുതി അടക്കണം. അത് ഏത് രാഷ്ട്രവും തീരുമാനിക്കുന്ന തീരുമാനമാണ്. നിങ്ങൾക്ക് അതിന്റെ പേരിൽ സംരക്ഷണം തരും. ഇനി ഇത് നമ്മുടെ എല്ലാവരുടെയും രാജ്യമാണ്. പുറത്തു നിന്ന് ആര് ഈ രാജ്യത്തെ എതിർക്കാൻ വന്നാലും നമ്മൾ ഒന്നിച്ച് അവരെ നേരിടണം. നിങ്ങൾ ജൂതന്മാർ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ ആക്രമിക്കാൻ പുറത്തു നിന്ന് ഏത് ശത്രു വന്നാലും നിങ്ങളോടൊപ്പം പ്രതിരോധിക്കാൻ മുസ്ലിങ്ങൾ ഉണ്ടാകും. മുസ്ലിങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അവരെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ആര് വന്നാലും നിങ്ങളും രാജ്യത്തോടൊപ്പം നിൽക്കണം. ഇങ്ങനെ രാഷ്ട്രം എന്ന പേരിൽ ബഹുസ്വര സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന രാഷ്ട്രീയ തന്ത്രവുമായി അള്ളാഹുവിന്റെ ഹബീബ് മദീന രാഷ്ട്രത്തിന് അടിത്തറ പാകി. അങ്ങനെ ശാന്തമായ ഒരു രാജ്യത്തിന്റെ പണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നു. ഇനി ആ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി മദീന പട്ടണം, മദീനത്തുൻ നബവി, മുത്തുനബി തങ്ങളുടെ പേരിലുള്ള പട്ടണമായി യസ്രിബ് പരിവർത്തിക്കപ്പെടുകയാണ്. അതിന്റെ ഭരണ കേന്ദ്രമായി ഒരു സ്ഥാപനം വേണം. ആ സ്ഥാപനം അള്ളാഹുവിന്റെ പള്ളിയാകണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവി അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുകയാണ്. നേരത്തെ ഇസ്രായിന്റെ രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങളുടെ ബുറാക്ക് അവിടെ ഇറങ്ങിയെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കേണ്ടത്. അതിപ്പോൾ സഹ്ല്, സുഹൈൽ എന്നീ പേരുള്ള 2 അനാഥ കുട്ടികളുടെ കൈവശമാണ്. സഹ്ലിന്റെയും സുഹൈലിന്റെയും പേരിലാണ്. അവിടെയാണ് പള്ളി ഉണ്ടാക്കുന്നത്. നേരത്തെ മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ജുമുഅ നടത്തിയിരുന്ന സ്ഥലമാണത്. ആ സ്ഥലം പള്ളി ഉണ്ടാക്കണമെന്ന് നബി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ അനാഥ കുട്ടികൾ അത് ദാനം ചെയ്യാൻ തയ്യാറായി. പക്ഷേ നബി തങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. വില തരും, അത് വാങ്ങിയിട്ടേ ഞാൻ ആ സ്ഥലം സ്വീകരിക്കൂ. അങ്ങനെ നബി തങ്ങൾ വില കൊടുക്കാൻ തീരുമാനിച്ചപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് പറഞ്ഞു, നബി അത് എന്റേത് സ്വീകരിക്കണം. റസൂൽ പറഞ്ഞല്ല, ഞാൻ തന്നെ വില കൊടുക്കാൻ തീരുമാനിച്ചതാണ്. സിദ്ദീഖ് തങ്ങൾ സമ്മതിച്ചില്ല. കൂട്ടുകാരന്റെ ശക്തമായ ആഗ്രഹം മാനിച്ച് ആ അവസരം സിദ്ദീഖ് തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ മസ്ജിദുൻ നബവിയുടെ സ്ഥലമെടുപ്പിൽ ആദ്യം പണം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ ഈ ഉമ്മത്തിലെ ഒന്നാമനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ആ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ തറക്കല്ലിടുന്ന ദിവസം വന്നു.
ആദ്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തറക്കല്ല് വെച്ചു, രണ്ടാമത്തത് സിദ്ദീഖ് തങ്ങൾ വെച്ചു, മൂന്നാമത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, നാലാമത്തത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ഉമർ ഫാറൂഖ്, നാലാമത്തത് ഉസ്മാൻ തങ്ങൾ. അങ്ങനെ 4 പേര് 4 കല്ല് വെച്ചുകൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. പിന്നീട് പള്ളിയുടെ പണി നടക്കുക, ഒരു പൈസ പോലും വാങ്ങി ആരും പണിയിൽ പങ്കാളികളായിട്ടില്ല. നമ്മൾ എപ്പോഴും മാതൃകയാക്കേണ്ട ഒന്നാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ വീടാണ്. ജോലി ചെയ്യാൻ കഴിയുന്നവർ സേവനം ചെയ്തുകൊണ്ടാണ് അതിനോട് സഹകരിക്കേണ്ടത്. സമ്പത്ത് കൊടുക്കാൻ പറ്റുന്നവർ പണം കൊടുത്തുകൊണ്ടാണ് സഹകരിക്കേണ്ടത്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം അങ്ങനെയാണ്. എല്ലാവരും കട്ട ഉണ്ടാക്കാൻ പണിയെടുക്കുന്നു, അള്ളാന്റെ ഹബീബും പങ്കാളിയാകുന്നു. ഈത്തപ്പന ധാരാളം അവിടെ ഉണ്ട്, അത് മുറിക്കാനും അതിന്റെ വേര് പിഴുതെടുക്കാനും എല്ലാവരും പിക്കാസും കൈക്കോട്ടും എടുത്തിറങ്ങുന്നു. കള കീറാൻ ഇറങ്ങുന്നു, തറ കെട്ടാൻ ഇറങ്ങുന്നു, കട്ടയുണ്ടാക്കി അത് ചുട്ട് പഴുപ്പിക്കുന്നു. അങ്ങനെ കല്ല് കടത്താനും കട്ട ചുമക്കാനും എല്ലാവരും സൗജന്യമായി രംഗത്ത് വന്നപ്പോ അള്ളാന്റെ ഹബീബ് അവർക്ക് പ്രചോദനമായി ഈരടികൾ പാടിക്കൊടുക്കുന്നു. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, യഥാർത്ഥ പ്രതിഫലം പരലോകത്തെ കൂലിയാണ്. അതാഗ്രഹിച്ച് പണിയെടുക്കുന്ന ഈ അൻസ്വാറുകൾക്കും മുഹാജിറുകൾക്കും നീ കരുണ ചൊരിയണമേ എന്നിങ്ങനെ ആശീർവദിച്ച് പാട്ടുപാടുന്നു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കട്ട ചുമക്കാണ്. ഒരു നേതാവ് എങ്ങനെയാണ് അനുയായികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ തികഞ്ഞ മാതൃക. ചില്ലുകൂട്ടിലിരുന്ന് ആഹ്വാനം നൽകുകയല്ല, മുത്തുനബി പൊതുരംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. നേതാവ് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അനുയായികൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ആ മാതൃക കാണിച്ച ഏറ്റവും വലിയ നേതൃത്വമായിരുന്നു ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കട്ടയുമായി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു സ്വഹാബി പറയുന്നു, നബിയേ അഅ്തിനിഹാ യാ റസൂലല്ലാഹ്, ആ കട്ട ഇങ്ങോട്ട് തന്നേക്കൂ നബിയെ, നിങ്ങൾ ഇത് ചുമന്ന് നടക്കേണ്ടതില്ല. ഉടനെ അള്ളാന്റെ ഹബീബ് പറയുന്നു, ഇദ്ഹബ് ഫഖുദു ഗൈറക ഗൈറഹു, മോനെ നീ പോയി വേറെ ഒരു കട്ടയെടുത്തോ. ഫലസ്ത ബിഅഫ്ഖറ ഇലല്ലാഹി മിന്നീ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് എന്നേക്കാൾ ആവശ്യമുള്ളവനാണ് നീ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും നിന്നെ പോലെ അള്ളാഹിന്റെ പ്രതിഫലം കിട്ടേണ്ട ആളാണ്. അതുകൊണ്ട് നീ വേറെ കട്ട കടത്തിക്കോ, ഇത് ഞാൻ ചുമക്കുന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവിടുന്ന് സജീവമായി രംഗത്ത് പണിയെടുക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലു ഫദാക മിന്നൽ അമലുൽ മുളല്ലലു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇറങ്ങി പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ അതൊരു പിഴച്ച കീഴ്വഴക്കമായി പോകും. അതുകൊണ്ട് ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. സ്വഹാബത്ത് മുത്തുനബിയെ മാതൃകയാക്കി സജീവമായി പണിയെടുത്തു. ഏകദേശം ഒരു കൊല്ലത്തോളം നീണ്ടു നിന്നിട്ടുണ്ട് ആ ദാരിദ്ര്യം നിറഞ്ഞ കാലത്ത് ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് തന്റെ താമസം മസ്ജിദുൻ നബവിയിലേക്ക് മാറ്റി. പള്ളിയുടെ ചാരത്ത് ചെറിയ റൂമുണ്ടാക്കി സൗദ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു റൂമിൽ താമസിപ്പിച്ചു. അന്ന് സൗദ ബീവി മാത്രമാണ് നബി തങ്ങളുടെ കൂടെ താമസിക്കുന്ന ഭാര്യ. നിക്കാഹ് കഴിഞ്ഞ ആയിഷ ബീവി അപ്പുറത്തുണ്ട്. കൊല്ലം 3 ഹിജ്റ, നുബുവത്തിന്റെ 10ാം വർഷം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. മദീനയിലെത്തി 7 മാസം കഴിഞ്ഞപ്പോ പള്ളിന്റെ പണി പൂർത്തിയായി. സൗദാബിക്കൊക്കെ റൂമും ആയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് ചെന്ന് ചോദിച്ചു, അല്ല നബിയെ, എന്റെ മകളെ അങ്ങ് അവിടുന്ന് വിവാഹം ചെയ്തതാണല്ലോ, എന്താണ് കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറയുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ കൂട്ടിക്കൊണ്ടുപോകാത്തത്? അവിടത്തേക്ക് വേണ്ട എന്തോ വെറുപ്പ് തോന്നിയോ?
റസൂലുള്ള പറഞ്ഞു, അല്ലേ അല്ല, അവരെ നിക്കാഹ് ചെയ്തു എന്നല്ലാതെ അവർക്ക് ഞാൻ സ്വദാഖ് കൊടുത്തിട്ടില്ല, മഹർ കൊടുത്തിട്ടില്ല. അതിനുള്ള കാശ് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ആയിഷയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാതെ പോയത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഉടനെ തന്നെ അതാ 12 ചില്ലാനം ഊഖിയ റസൂലുള്ളാഹിക്ക് നൽകുന്നു, ഏകദേശം 500 ദിർഹം. ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അവിടുന്ന് മഹർ കൊടുത്തത് 500 ദിർഹമായിരുന്നു. അത്ര തന്നെയാണ് ആയിഷ ബീവിക്കും കൊടുത്തത്. ആ മഹർ കൊടുക്കാനുള്ള കാശ് കൊടുത്തത് ആരാ? അമ്മോശനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെയാണ്. ഇതിനെ നമ്മൾ സ്ത്രീധനം എന്നുള്ള പേരൊന്നിട്ട് വിളിക്കണ്ട. എന്നാലും ചില പുതിയാപ്പളമാർക്ക് സാമ്പത്തികമായി വലിയ പ്രയാസമുണ്ട് എന്ന് കണ്ടാൽ ഭാര്യ വീട്ടുകാരെന്തെങ്കിലും സന്തോഷത്തോടെ കൊടുത്താൽ അത് ഹറാമാണെന്നൊന്നും പറഞ്ഞുകൂടാന്ന് നമ്മളെ ആലിമീങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹർ കൊടുക്കാനുള്ള കാശാരിന് കൊടുത്തതാണ്, അമ്മോശൻ തന്നെ കൊടുത്തതാണ്. എന്നാൽ ഇതിങ്ങനെ കച്ചവടത്തിന്റെ രീതിയിൽ അത്ര കിട്ടണം ഇത്ര കിട്ടണം എന്ന് പറഞ്ഞു വാങ്ങുന്നത് ഏതായാലും മതം പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന കാര്യമല്ല എന്നതും നമ്മൾ മറക്കരുത്. അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ ഈ സഹായത്തോടെ അവിടുത്തെ ജീവിതത്തിലേക്ക് മഹദി അതാ പ്രവേശിക്കുന്നു. മഹദി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കല്യാണം ബഹുരസമാണ്. നമ്മളൊന്നും മാതിരി പണ്ടേ കുറെ ആൾക്കാരോട് പറഞ്ഞ് വിളിച്ച് വലിയൊരു ഗംഭീരാക്കാനൊന്നുള്ള സാഹചര്യം അന്നില്ല. വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടത്തുമ്പോൾ സ്വകാര്യാക്കരുത്, നിങ്ങൾ പറയണം, ആൾക്കാരെ അറിയിക്കണം, ദഫ് മുട്ടണം, ഇതൊക്കെ കല്യാണത്തിന് സുന്നത്തൊക്കെയാണ്. പക്ഷേ ഇത് അങ്ങനത്തെ സന്ദർഭമല്ല. ഇത് വലിയ ജോലിയുള്ള, ഡ്യൂട്ടിയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ ലളിതമായ ചെലവ് കുറഞ്ഞൊരു കല്യാണമായതുകൊണ്ട് ആയിഷ ബീവി എന്നെ വിവരറിയണ എപ്പോഴാ? കളിക്കൂട്ടുകാരോടൊപ്പം ഊഞ്ഞാലിലാടുകയും പാവയെ കൊണ്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മയും മറ്റൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി എന്നെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകിത്തന്ന് പുതിയ വസ്ത്രം ധരിപ്പിച്ചപ്പോഴാണ് ഇന്നെന്റെ കല്യാണം എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. അങ്ങനെ വളരെ ലളിതമായ ഒരു കല്യാണം. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, കല്യാണങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ഐസറുഹാ മുഅ്ന, ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണമാണ്. അതാണ് ഏറ്റവും ബറക്കത്തുള്ള കല്യാണം. ദൂർത്തടിക്കണ കല്യാണമല്ല. എല്ലാറ്റിലും മുത്തുനബി നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വളരെ ചെറിയ ഒരു കല്യാണത്തിലൂടെ സ്വീകരിക്കുന്നു. അതോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഒരേ ഒരു കന്യകയായ ഭാര്യ അത് മഹദിയായ ആയിഷ ബീവി മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ വിധവകളായിരുന്നു. അതിനു മുമ്പ് വിവാഹം നടത്തപ്പെട്ടവരായിരുന്നു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി മുത്തുനബിയുടെ വിവാഹം നടന്നു. തിരുനബി തങ്ങളോടൊപ്പം പിന്നീട് അവിടുത്തെ വഫാത്ത് വരെ അവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. സൗദ ബീവിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചക്കോളത്തി എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. അത് പ്രായവും പക്വതയുള്ള ഒരു ഭാര്യയാണ്. ഇത് എട്ടും മുട്ടും തിരിയാത്തൊരു ഭാര്യയാണ്. ഒരു ഉമ്മയെപ്പോലെ ആയിഷ ബീവിക്ക് എല്ലാ പരിശീലനം കൊടുത്തത് ആരാ? സൗദ ബീവിയാണ്. അവരൊരിക്കലും രണ്ടു ഭാര്യമാർ പരസ്പരം ഉണ്ടാക്കുന്ന ഒരു ഈറയും ദേശവും പോരും കാണിച്ചിട്ടില്ല. അവർ ഉമ്മയും മകളും പെരുമാറുന്നത് പോലെ സ്നേഹത്തോടെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയത്. ഒരുപാട് സംഭവങ്ങൾ കാണാം. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി എന്റെ വീട്ടിലേക്ക് താമസിക്കേണ്ട ദിവസം, അന്ന് ഒരു ദിവസം സൗദാ ബീവിയുടെ വീട്ടിലാണെങ്കിൽ അടുത്ത ദിവസം ആയിഷ ബീവിയുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കും. അപ്പൊ എന്റെ വീട്ടിൽ താമസിക്കേണ്ട ദിവസമായപ്പം ഞാനൊരു നല്ല പായസം ഉണ്ടാക്കി. നല്ല പായസം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഉണ്ടാക്കണ 10ാം വയസ്സിലെ പായസമാണ്. അപ്പൊ ഏകദേശം എത്ര ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഏതായിരുന്നാലും ആയിഷ ബീവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ആസുങ്കല്ലിൽ ഇങ്ങനെ ഇരിക്കും അരി അരക്കാൻ വേണ്ടിയിട്ട്, റൊട്ടി ഉണ്ടാക്കാനുള്ളത്. അതിന്റെ ഇടക്ക് ഉറങ്ങിപ്പോകുന്നു. എന്നിട്ട് ആട് വന്ന് തിന്നുപോലിന്റെ ഇടക്കിടക്ക്. അത്രയും ചെറുപ്പാണല്ലോ ആള്. ഇതാണ് അവസ്ഥ. അങ്ങനെ മഹദി ഒരു പായസം ഉണ്ടാക്കി. വീട്ടില് റൂമില് സൗദാ ബീവി ഉണ്ടപ്പോ മുത്തുനബി തങ്ങൾ വന്ന ഉടനെ എന്ത് ചെയ്തു? ആ പായസത്തിന്റെ ഓരോ ഗ്ലാസ് ഒന്ന് റസൂലുള്ളാഹിക്കും കൊടുത്തു, ഒന്ന് സൗദാ ബീവിക്കും കൊടുത്തു. നബി തങ്ങൾ അത് വാങ്ങി സന്തോഷത്തോടെ അങ്ങനെ കുടിച്ചു. ആയിഷ ബീവി ഉണ്ടാക്കിയത്. സൗദാ ബീവി പറഞ്ഞു ഇങ്ങനെ നോക്കിയിട്ട്, ഇത് എനിക്ക് വേണ്ടായിരുന്നു. അതാർക്ക് പിടിച്ചില്ല? ആയിഷ ബീവിക്ക് പിടിച്ചില്ല. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു അത് കുടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, കുടിച്ചേ പറ്റൂന്ന്.
എന്റെ നാവുമ്മല് ഞാൻ വെക്കൂല. വർത്താനാട്ടും കൊണ്ട് കയറി. അപ്പൊ ആയിഷ ബീവി പറഞ്ഞാ ഞാൻ മോന്തമേ ഞാൻ തേക്കുന്ന, എന്നാ ഒന്ന് കാണണല്ലോ എന്ന് അപ്പുറത്തുനിന്ന്. അവസാനം ഈ പായസത്തിന്റെ പാത്രമായിട്ട് ആയിഷ ബീവി സൗദാ ബീവിന്റെ അടുത്ത് ഓടുകയാണ് ഇത് മോന്തമ തേക്കാൻ. ചെറിയ ആളാണല്ലോ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സൗദ ബീവി ഓടുന്നു. അള്ളാഹിന്റെ ഹബീബ് അവിടുത്തെ ഇരു കാലുകളും അകറ്റി വെച്ച് കൊടുക്കുന്നു തല ഒളിപ്പിച്ചു വെക്കാൻ. അങ്ങനെ നബിതങ്ങളെ മടിയിൽ കൊണ്ടുപോയി തല പൂത്തി വെച്ചു സൗദാ ബീവി. ഇത് തേക്കാൻ വരികയാണല്ലോ. വലിയ വളവത്തിയാണ് ആയിഷ ബീവി. അടി കൂടെ കൈയിട്ട് മോന്തമ്മേ തേമ്പി കൊടുത്തു. അപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് പാത്രം തിരിച്ചു വാങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടും തേമ്പി കൊടുത്തു. ഇത് രണ്ടും കണ്ട് നബി സ്വല്ലല്ലാഹു ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിച്ചു എന്നാണ്. കാരണം ഭാര്യമാരെ കുസൃതി നബിതങ്ങൾ ആസ്വദിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിന്റെ ജീവിതമായിരുന്നു അവരുടെ. ഇവർ തമ്മിൽ വലിയ ഐക്യമാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പലപ്പോഴും സൗദ ബീവി എന്താ ചെയ്യാറുള്ളത്, ഞാനൊരു പ്രായമുള്ള പെണ്ണല്ലേ, റസൂലുള്ളാഹിന്റെ വിഹിതം ഓരോ ദിവസം ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരിച്ചു കൊടുക്കലാണ്. അപ്പൊ ചെറുപ്പക്കാരിയായ ആയിഷക്ക് കിടക്കട്ടെ എന്ന് കരുതി തന്റെ ഊഴം പലപ്പോഴും ആയിഷ ബീവിക്ക് ദാനം ചെയ്യുന്ന പതിവുകാരിയായിരുന്നു മഹദി. അവരൊക്കെ വിശാല മനസ്സ്. ആ മനസ്സുപോലെ നമുക്കും നമ്മളെ ഭാര്യമാർക്കൊക്കെ വിശാലത തരട്ടെ. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടി ജീവിത സഖിയായി കടന്നു വന്നിരിക്കുകയാണ്. വർഷം ഒന്ന് പിന്നിട്ടു. ഹിജ്റയുടെ 2ാമത്തെ കൊല്ലമായപ്പോൾ അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യത്തെ കുറിച്ച് പുറം ലോകം അറിയാൻ തുടങ്ങി. ഖുറൈശികൾ അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവര് ചിന്തിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യുക? മുഹമ്മദ് അവിടെ ശക്തിയാർജിക്കും. നമ്മൾ ഒരുപാട് ക്രൂരത അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചടിക്ക് തീർച്ചയായും സാധ്യതയുണ്ട്, നമ്മൾ അത് അർഹിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ആ തിരിച്ചടി വരുന്നതിന് മുമ്പ് ഒരറ്റാക്ക് അങ്ങോട്ട് നടത്തിയില്ലെങ്കിൽ ദുരന്തം വലുതായിരിക്കും. അതിനാൽ നമ്മൾ സജ്ജരായിരിക്കണം. ഖുറൈശ് പ്രമുഖരൊക്കെ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. നമ്മൾ മുഹമ്മദ് ശക്തിയെ സംഭരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് ഒരാക്രമണം അങ്ങോട്ട് നടത്തിയാൽ അതാണ് ബുദ്ധി. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിന് സമ്പത്ത് വേണം. എന്താ ചെയ്യാ? ആരോ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. മുഹമ്മദിന്റെ ആളുകൾ തന്നെ നാട് വിട്ടു പോയപ്പം ഇവിടെ ധാരാളം സ്വത്ത് വിട്ടു പോയതുണ്ടല്ലോ, ആ സമ്പത്ത് എടുക്കാൻ നമുക്ക്. അവർക്കെതിരെയുള്ള യുദ്ധത്തിന് നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹിക്കെതിരെയുള്ള യുദ്ധത്തിന് മുസ്ലിങ്ങളുടെ സ്വത്ത് തന്നെ എടുക്കാം. എന്നിട്ടോ ആ സ്വത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകാൻ പ്രമുഖരൊക്കെ അവരെ വിഹിതവും വെക്കുക. ആ സമ്പത്ത് തന്നെ യുദ്ധത്തിന്റെ മൂലധനമായി കരുതി അത് ഉപയോഗിച്ച് കച്ചവടം നടത്തിയിട്ട് ലാഭം കൊണ്ട് യുദ്ധം, മറ്റത് അവിടെ സ്റ്റോക്ക്. അങ്ങനെ നിരന്തരം യുദ്ധം ചെയ്യാനുള്ള ഒരു പദ്ധതി ഇവരാവിഷ്കരിക്കുകയും ആ സമ്പത്തുമായി ചരക്കുകൾ വാങ്ങി കച്ചവടം ചെയ്യാൻ സിറിയയിലേക്ക് മക്കയുടെ നായകൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 40-ലേറെ വരുന്ന ഒരു സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്ത അള്ളാഹിന്റെ ഹബീബിന്റെ കാതിലെത്തുന്നു. അവിടുന്ന് ചിന്തിക്കുകയാണ്, ഇതൊരു വലിയ ഭീഷണിയാണ്. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഖുറൈശികൾ തയ്യാറെടുക്കുന്നു. മദീനയെ ആക്രമിക്കപ്പെടും. അതിനാൽ നമ്മൾ മുന്നൊരുക്കം നടത്തണം. ഇവിടെ വലിയ അപകടം എന്താ? നമ്മളെ സമ്പത്ത് ഉപയോഗിച്ച് ആ സമ്പത്ത് കച്ചവടം ചെയ്ത് വർദ്ധിപ്പിച്ച് അതുകൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതും നമ്മളെ നാട്ടിലൂടെ യാത്ര ചെയ്ത്. ഇതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. സിറിയയിലേക്ക് അന്ന് പോകലയിലെ മദീനയിലൂടെയാണ്. അപ്പൊ കച്ചവടം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പം ആരോട് പറഞ്ഞാലും ന്യായമാണ് എന്ന് പറയും. എന്താ? നമ്മളെ സ്വത്തല്ലേ അവരെ കയ്യിലുള്ളത്. ആ സമ്പത്ത് നമുക്ക് പിടിച്ചെടുക്കണം. ഇത് കൊള്ളയല്ല. മുസ്ലിങ്ങളെ സ്വത്തുമായിട്ട് ആ കച്ചവടത്തിന് പോയത്. അതും എന്തിനാ? ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ. അത് നമ്മളെ നാട്ടിലൂടെ അതും കൊണ്ട് തിരിച്ചു പോകുമ്പോ അവരെ തടഞ്ഞ് നമ്മളെ സ്വത്ത് പിടിച്ചെടുക്കണം. ഇതൊരു യുദ്ധമല്ല. കാരണം മറുപക്ഷത്ത് യുദ്ധത്തിന് വന്ന ആളുകളല്ല, കച്ചവടക്കാരാണ്. അതുകൊണ്ട് ആയുധത്തിന്റെ ആവശ്യമില്ല. ആയുധങ്ങളൊന്നും ഇല്ലാതെ 300 ചില്ലാനും വരുന്ന ആളുകൾ, സാധാരണ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവും തടിച്ചുകൂടിയാവുന്ന ഒരു സംഘം ആളുകൾ, ഇവര് ഖുറൈശികൾ പോകുന്ന വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് യാത്രാ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ ദൃഷ്ടിയിൽ മുസ്ലിങ്ങളുടെ ഈ രംഗപ്രവേശം പെട്ടു. അവർ അബൂ സുഫിയാനെ വിവരം അറിയിച്ചപ്പോൾ
അയാൾ തന്ത്രജ്ഞനാണ്. അദ്ദേഹം വേഗം കടൽ ഭാഗത്തുകൂടെ യാത്ര തിരിച്ചുവിട്ട് അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ലംലമത്ത് എന്ന് പേരുള്ള ഒരാളെ വാടകക്ക് വിളിച്ചു, വിവരം മക്കയിൽ ചെന്ന് പറയാൻ വേണ്ടി. അയാൾക്ക് അതിന് വലിയ സമ്മാനവും കൊടുത്തു. നിങ്ങൾ ചെന്ന് ഖുറൈശികളോട് അപകടം ഉണ്ട്, സഹായിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യാൻ ഒരുങ്ങണമെന്ന് പറയാനാണ് ലംലമത്തിനെ ഏൽപ്പിച്ചത്. ലംലമത്ത് വലിയ തന്ത്രജ്ഞനാണ്. ഇയാൾ കയറിയ ഒട്ടകത്തെ മക്കയിലെത്താൻ നേരത്തെ ഇയാൾ എന്ത് ചെയ്തു? അതിന്റെ മൂക്ക് മുറിച്ചു. ആ ചോര ഇയാളെ ശരീരത്തിലൊക്കെയും പുരട്ടി, കുപ്പായൊക്കെ കീറി. എന്നിട്ട് ലംലമത്ത് അട്ടഹസിച്ച് കരഞ്ഞു, ഇതാ മുഹമ്മദും സംഘവും അബൂ സുഫിയാനെയും സംഘത്തെയും പിടികൂടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അബൂജഹിൽ ആഹ്വാനം ചെയ്തു, പെട്ടെന്ന് ഒരുങ്ങണം, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ 1000 വരുന്ന ഒരു സൈന്യത്തെ അവർ സജ്ജീകരിക്കുന്നു. ആ സേനയിൽ എല്ലാ ആയുധങ്ങളുമുണ്ട്, ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, ശേഷിയുണ്ട്. ഖുറൈശികളാണ് നമ്മൾ. ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കരുത്തും നമ്മളെ ചങ്കൂറ്റവും കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അസുലഭ മുഹൂർത്തമാണ്. അതുകൊണ്ട് ഇറങ്ങണം. എല്ലാ ചെറുപ്പക്കാരെയും അബൂജഹിൽ പ്രചോദിപ്പിച്ചു, ഇറങ്ങി. അങ്ങനെ അതാ അവർ മദീനയിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങുമ്പോ അബൂ സുഫിയാനും സംഘവും ഒരു പോറലുമേൽക്കാതെ അവര് ബീച്ച് വഴി മക്കത്തെത്തി. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, എങ്ങോട്ടാണ്? അപ്പൊ നിങ്ങളല്ലേ മുഹമ്മദ് സംഘവും പിടിച്ചു എന്ന് പറഞ്ഞു. ആരെ പറഞ്ഞു? ആ ലംലമത്ത്, നിങ്ങൾ പറഞ്ഞയച്ച ആളല്ലേ? അത് ഞങ്ങളൊന്നും വിവരം തരാൻ പറഞ്ഞയച്ചതല്ലേ, ഞങ്ങളും അദ്ദേഹം തമ്മിൽ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയതാണ്, അവരിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു യുദ്ധത്തിന് പോകേണ്ടതില്ല, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോകാന്ന്. പക്ഷെ അബൂ ജഹല് പറഞ്ഞു, പറ്റൂല, ഇതുപോലെ ഇനി നമ്മൾ ഈ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് കിട്ടുക എന്ന് പറഞ്ഞാല് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിച്ച് അപ്രതീക്ഷിതമാണെങ്കിൽ അപ്രതീക്ഷിതം നമ്മൾ നല്ലൊരാക്രമണം നടത്തി മദീനയെ നമുക്ക് മുച്ചൂടും തകർത്തു കളയണം. അങ്ങനെ പറഞ്ഞപ്പം വേറെ നേതാക്കന്മാര് മടിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. അയാളും പറഞ്ഞു, ഇപ്പം അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ പോകണ്ട. ഉമയ്യത്ത് ബിൻ ഖലഫ് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അയാൾക്ക് വേറൊരു സംഭവം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മദീനയിലെ നായകനാണ് സഅദ് ബിൻ മുആദ്. കച്ചവട രംഗത്ത് മക്കക്കാരനും മുശ്രിക്കുമായ ഉമയ്യത്ത് ബിൻ ഖലഫുമായിട്ട് ജാഹിലിയ കാലത്ത് നല്ല അടുപ്പുള്ള ആളാണ്. അങ്ങനെ ഒരു ദിവസം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു വന്നിരുന്നു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് തവാഫ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് എനിക്ക് അഭയം തരണം. കാരണം ഖുറൈശികള് മദീനക്കാരെ ആക്രമിക്കുന്ന സമയമാണ്, ഇവർ അഭയം കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി. ആ സമയത്ത് ഉമയ്യത്ത് എന്ത് പറഞ്ഞു? ഞാന് ഉച്ച സമയത്ത് പോകാം, ആള് ഒഴിഞ്ഞ നേരായിരിക്കും, അതുകൊണ്ട് നമുക്ക് സ്വകാര്യമായിട്ട് വേഗം ചെയ്തു പോരാ. അങ്ങനെ ഇവരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അബൂജഹിൽ ഇത് കണ്ട്. അബൂജഹിൽ എന്ത് പറഞ്ഞു? എടാ സഅദേ, നീ വളരെ ധൈര്യത്തിൽ വന്ന് ഈ മക്കയിൽ വന്ന് തവാഫ് ചെയ്യുന്നുണ്ടല്ലടാ, നീ ആ മുഹമ്മദിനും കൂട്ടർക്കും അഭയം കൊടുത്തവരിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹുവിനെക്കൊള്ള അബൂജഹിൽ ചാടി വന്നു. സഅദ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. അതെ, ഞങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ട്, എന്തു വേണം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ മക്കയുടെ നേതാവായ ഉമയ്യത്ത് ബിൻ ഖലഫ് നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ തലയിൽ ഉടല് ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാലേ നിങ്ങൾ ഇവിടെ പട്ടിണിയാകും, നിങ്ങൾക്ക് കച്ചവടത്തിന് യാത്ര പോകാൻ ഞങ്ങളെ നാട്ടിലൂടെ ഞങ്ങൾ അനുവദിക്കൂല. മക്ക കൃഷിയില്ലാത്ത നാടാ, നിങ്ങൾ കൂട്ടത്തോടെ ചാകും എന്നെ ഒരുത്തനെ കൊല്ലാൻ ശ്രമിച്ചാൽ. ധൈര്യമായി സഅദ് റളിയല്ലാഹു അൻഹു കഅബന്റെ മുറ്റത്തുനിന്ന് പ്രതികരിച്ചു. അപ്പൊ ഉമയ്യത്ത് പറഞ്ഞു, ഓ സഅദേ, നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കല്ല. ഇതാരാന്ന് പറയോ? ഞങ്ങളെ നേതാവാണ് അംർ ബിൻ ഹിശാം, ഇദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ നേരത്തതാ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിനോട് പറഞ്ഞിട്ടുണ്ട്, ദഅനാ അൻക യാ ഉമയ്യ, ഉമയ്യ നീ പോടാ. ഫവല്ലാഹി ലഖദ് സമീഅതു റസൂലല്ലാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്റെ നേതാവ് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നഹും ഖാതിലൂക്, നബി തങ്ങളെ അനുയായികളാൽ ഉമയ്യത്ത് ബിൻ ഖലഫ് വധിക്കപ്പെടുമെന്ന് നബി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ സംസാരിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ ആൾക്കാരെ കൊണ്ട് കൊല്ലപ്പെടാനുള്ളതാണ്. ഇത് കേട്ടപ്പം ഉമയ്യത്ത് ബിൻ ഖലഫ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, അൽ അമീൻ, ജീവിതത്തിൽ പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അവർ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാരെ കയ്യും കാലും കെട്ടിയിട്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച മനുഷ്യനാണ് ഇയാള്. കയറുകൊണ്ട് കാലിന് കെട്ടിയിട്ട് ആ കയറിന്റെ മറുതല കുതിരയുടെ കാലിന് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയ ദുഷ്ടനാണിത്. അന്ന് നബിതങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ കൊല്ലപ്പെടാനുള്ളവരാണ്. ഈ വാർത്ത കേട്ടപ്പം ഇയാൾക്ക് പേടി. അപ്പൊ ചോദിച്ചു, അല്ല സഅദേ, അത് മക്കേന്നാണോ കൊല്ലുക? അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അതൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നാണ് കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളെ മനസ്സിൽ ഈ ബേജാറുകൊണ്ടാ മൂപ്പരെന്തിന് പറയണത്, ഇപ്പൊ യുദ്ധത്തിന് പോണ്ടെന്ന് പറയണം. പക്ഷെ അബൂജഹൽ പറഞ്ഞു, നിങ്ങളെ പോലത്തെ നേതാക്കന്മാർ ഇങ്ങനെ പയ്യോട്ട് നിന്ന് നമ്മളെ ചെറുപ്പക്കാരെ വീര്യം ചൂട്, അതുകൊണ്ട് നിങ്ങൾ മുന്നിലെക്കിന്ന. അവസാനം മനല്ല മനസ്സോല ഇയാൾ വീട്ടിൽ ചെന്നു. യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഭാര്യ പിന്നെയും ചോദിച്ചു, അല്ല നിങ്ങളെ യസ്രിബിലെ കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മണ്ടോ നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് പ്രവചനമുണ്ട്? ആ ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിന് അങ്ങോട്ട് പോവില്ല. അത് നമ്മൾ അംർ ബിൻ ഹിശാമിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇറങ്ങാണ്. എന്തെങ്കിലും തന്ത്രം എടുത്തിട്ട് ഞാൻ വൈക്കന്ന് കൂടെ മടങ്ങുന്നതാണ്. അങ്ങനെയാണ് ഇയാള് കൂടെ പോകുന്നത്. പോണ വൈക്കലൊക്കെ ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. അബൂജഹൽ എടുത്തു അയാൾ നിൽക്കും. ഇയാളെ പിന്തിരിയാൻ മൂപ്പര് സമ്മതിച്ചില്ല. അള്ളാന്റെ ഖളാ നടക്കണ്ടേ. അങ്ങനെ ഇവര് എല്ലാ ഖുറൈശിത്തരവും കാണിച്ച് ആർഭാടവും ബഹളവും വെച്ച് പോകുകയാണ്. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്നാണ് വിവരമറിയുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു യുദ്ധം. അതിനുള്ള ആൾബലമില്ല, ആയുധമില്ല, ഭക്ഷ്യവസ്തുക്കളില്ല, ഒന്നുമില്ല. ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഒരു പാഠം നമ്മളൊക്കെ പഠിക്കണം. ഇസ്ലാം സിവിലിയന്മാർ ആയുധമെടുക്കുന്നതിന് നിരോധിച്ച മതമാണ്. സാധാരണ ജനങ്ങൾ ആയുധമെടുക്കാൻ പാടില്ല. ഒരു രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ചും അത് പാടില്ലാത്തതാണ്. സിവിലിയന്മാരെ കയ്യിൽ ആയുധം കൊടുക്കുക എന്നത് അരാജകത്വം ഉണ്ടാക്കുന്ന അനുഭവമാണ്. ഇതുകൊണ്ടാണ് മക്കയിൽ നിങ്ങൾ നോക്കൂ, 13 കൊല്ലക്കാലത്ത് മുത്തുനബിക്കും മുസ്ലിങ്ങൾക്കുണ്ടായ പീഡനം എത്രയാണ്. ഈ കാലത്തൊന്നും ആയുധമെടുത്ത് പ്രതിരോധിക്കാൻ അള്ളാന്റെ റസൂലോ അള്ളാഹുവോ സമ്മതിച്ചില്ലെന്നു മാത്രമല്ല, 70 ചില്ലാനം ആയത്തുകളിലൂടെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതിനെയും പ്രതിരോധിക്കുന്നതിനെയും എതിർത്തുകൊണ്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. മുത്തുനബിയും പറഞ്ഞു, ക്ഷമിച്ചോ, നിങ്ങൾ ഈ അക്രമം കാണിക്കുന്നവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത്. കാരണം എന്താ, സിവിലിയന്മാർ അവരായുധെടുത്താൽ എല്ലാ സമൂഹത്തിലും ഉണ്ടാവും സാധാരണ ജനങ്ങള്, അവരൊക്കെ ആയുധെടുക്കും. ഒരു പ്രശ്നത്തിനും ആയുധം കൊണ്ടുള്ള ആക്രമണം പരിഹാരമല്ല. ആയുധം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ആർക്കേ കഴിയൂ? ഭരണാധികാരിക്ക് കഴിയൂ. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ നായകനാണ്. ആ രാഷ്ട്രത്തിലെ ജനതയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒരു സൈന്യം വന്നാൽ ആ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഭരണാധികാരിയുടെ ചുമതലയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വലിയൊരു സേന വരുന്നത്. ഇതിനു മുമ്പ് ഈ കാലം വരെ നുബുവത്ത് കിട്ടി 15 കൊല്ലമായിട്ടും ആയുധമെടുത്ത് ആക്രമിക്കാൻ അല്ലാഹുവും റസൂലും അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ സന്നിഗ്ധ ഘട്ടം വന്നിരിക്കുകയാണ്. മദീന എന്ന നാടിനെ അതിന്റെ ജന്മകാലത്തു തന്നെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി ശത്രുക്കൾ വന്നിരിക്കുന്നു. ആ സമയത്ത് അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുന്നു സൂറ ഹജ്ജിൽ, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂൻ, ഇങ്ങോട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന് പ്രതിരോധിക്കാൻ അല്ലാഹു സമ്മതം തന്നിരിക്കുന്നു.
നോക്കൂ, നിങ്ങൾ യുദ്ധത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിസ്കാരം അങ്ങനെയല്ല, കൽപ്പിക്കുകയാണ്. അഖീമുസ്സലാ ആത്തുസ്സക്കാ വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഈ ഇബാദത്തുകൾക്കൊക്കെ കൽപ്പന വരുമ്പോ യുദ്ധത്തിന് എന്താ വരുന്നത്? അനുമതിയാണ്. എന്താണ് അതിന്റെ കാരണം? ഇത് നേരത്തെ നിരോധിച്ചതായിരുന്നു എന്നതാണ്. 70-ലധികം ആയത്തുകളിലൂടെ ആയുധം കൊണ്ടല്ല നിങ്ങൾ എതിരാളികളെ നേരിടേണ്ടത് എന്ന് അല്ലാഹു നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു. കാരണം നിങ്ങളിപ്പം സിവിലിയന്മാരെ കൂട്ടായ്മയല്ല, ഇതൊരു ഭരണകൂടമാണ്. ഭരണകൂടത്തെ ആക്രമിക്കാൻ, ജനങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ആയുധം ഉപയോഗിച്ച് പ്രതിരോധിച്ച് നാടിനെയും ജനതയെയും സംരക്ഷിക്കേണ്ട കടപ്പാട് ആ നാടിന്റെ ഭരണാധികാരിക്കുണ്ട്. ഇത് ലോകത്ത് ആരാ അംഗീകരിക്കാത്തത്? നമ്മളെ ഇന്ത്യനില്ലേ, അമേരിക്കക്കില്ലേ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രതിരോധ സേനയുണ്ട്, ആയുധമുണ്ട്, മന്ത്രിമാരുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ചെയ്യേണ്ടി വന്നത്. ഇത് മറ്റ് മതക്കാരെ കൊല്ലുക എന്നതോ ആക്രമിക്കുക എന്നതോ അല്ല, മറ്റ് രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നതല്ല. തന്റെ രാജ്യത്തെയും ജനതയെയും ആക്രമിക്കാൻ വരുന്ന സമൂഹത്തിൽ നിന്ന് ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭരണാധികാരിയുടെ ചുമതലയാണ്. അതിന്റെ സമയം വന്നപ്പം അള്ളാഹു അനുമതി കൊടുക്കുകയാണ്, നിങ്ങൾ ആയുധമെടുക്കണം. ഇസ്ലാമിൽ മുത്തുനബി നയിച്ച ഏത് യുദ്ധം പരിശോധിച്ചാലും ഈ പശ്ചാത്തലം നമുക്ക് കാണാം. ഇനി വരാൻ പോകുന്ന ഉഹദ്, അത് മദീനയിലേക്ക് ശത്രുക്കൾ വന്നപ്പം പ്രതിരോധിച്ചതാ. ഖന്തഖ് മദീനയെ വളഞ്ഞപ്പം പ്രതിരോധിച്ചതാണ്. ഓരോ യുദ്ധവും അങ്ങനെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭരണകൂടം എന്ന നിലക്ക് നടത്തിയ ഈ പ്രതിരോധത്തെ ഇന്ന് ചില ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് ഓരോ ഗ്രാമത്തിലും ചെറുപ്പക്കാരെ സംഘടിച്ച് ആൾപ്പരിൽ നന്ദി നിങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, മറ്റു മതസംഘടനകൾക്കെതിരെ, മത നേതൃത്വത്തിനെതിരെ ആയുധമെടുക്കണമെന്ന് പറഞ്ഞ് ബദറിനെ അതിന് കൂട്ടുപിടിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇസ്ലാമിലെ ജിഹാദ്, ഇസ്ലാമിലെ പ്രതിരോധം ഒരിക്കലും സിവിലിയന്മാരെ ആയുധമെടുക്കുന്ന പ്രതിരോധമല്ല. അത് ഭരണകൂടം അനുഭവത്തിൽ ഇടേണ്ട നടപടിക്രമമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തു. മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ചേർന്ന് പ്രതിരോധത്തിന് തീരുമാനിച്ചപ്പോഴേക്ക് ശത്രുക്കളുടെ അംഗബലവും ആയുധബലവും ഒരിക്കലും മറികടക്കാനുള്ള ഒന്നും റസൂലുള്ളാഹിന്റെ കയ്യിലില്ല. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളെ ആയുധം അത് എക്കാലം പ്രാർത്ഥന കൊണ്ട് മാത്രമേ വിജയമുള്ളൂ. ബദറിലും നബി തങ്ങൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. സ്വഹാബത്തിനോട് അവിടുന്ന് ചോദിച്ചിട്ടുണ്ട്, മുഹാജിറുകളോട് ചോദിച്ചു, അൻസാറുകളോട് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, എന്തു വേണം, എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? ആദ്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയെ അങ്ങയോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടാകും. ഉമറുൽ ഫാറൂഖ് തങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നബി തങ്ങൾക്ക് അവരുടെ വിഷയത്തിലല്ല സംശയം, അല്ലെങ്കിൽ അവരുടെ പരസ്യ പ്രഖ്യാപനമല്ല പ്രതീക്ഷിക്കുന്നത്, മദീനക്കാരുടെ പിന്തുണ വേണം. അപ്പോൾ ഔസിന്റെയും ഖസ്റജിന്റെയും ഗോത്രത്തലവന്മാർ വന്ന് പറഞ്ഞു, നബിയെ അങ്ങ് ആ കടലിടുക്കിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അങ്ങയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്, ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോകൂല. മുത്തുനബി തങ്ങൾ ബദറിൽ തമ്പടിക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം പരിസരത്തായി ശത്രുക്കൾ എത്തിച്ചേർന്നു. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പോലുള്ള യുദ്ധ വിദഗ്ധർ നബി തങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ. അങ്ങനെ ടെന്റ് കെട്ടേണ്ട സ്ഥലവും സൗകര്യങ്ങളുള്ള സ്ഥലവും ഒക്കെ നോക്കി അങ്ങനെ നബി തങ്ങൾ സജ്ജനായി. പരിശുദ്ധമായ റമളാനു ശരീഫിലാണ് ബദറിലേക്ക് പുറപ്പെടുന്നത്. ആദ്യത്തെ ദിവസം നോമ്പുകാരാണ്. രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞു, യാത്രക്കാർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അതുകൊണ്ട് ബദറിൽ നിന്ന് മദീനയിൽ നിന്ന് ഏകദേശം 150-ലേറെ കിലോമീറ്റർ അപ്പുറമാണ് ബദർ. അങ്ങോട്ട്
പലരും കാൽനടയായാണ് യാത്ര ചെയ്യുന്നത്. ചെരുപ്പ് പോലുമില്ലാതെ ശീല ചുറ്റിയിട്ടാണ് യാത്ര. കല്ലും മുള്ളും ചൂടേറിയ പാറക്കെട്ടുകളും മണൽക്കാടുകളും തകർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ഒരു മഴയിലൂടെ മുസ്ലിങ്ങൾക്ക് സഹായം നൽകി. ആ മഴ മുസ്ലിങ്ങൾ തമ്പടിച്ച ആ മണ്ണിന് ഗുണകരവും ശത്രുക്കൾ തമ്പടിച്ച താഴ്വരക്ക് അപകടവുമായിരുന്നു. അവർക്ക് ചളിപിളിയായി വളരെ പ്രയാസമുണ്ടായി. മുസ്ലിങ്ങൾക്ക് ആ മഴ കൊണ്ട് മണ്ണ് ഉറച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ശുദ്ധവെള്ളം ടാങ്കിൽ ഭദ്രമായി സംരക്ഷിച്ചു നിർത്താനും അവസരമുണ്ടായി. അങ്ങനെ കൃഷികൾ അഹങ്കാരത്തോടെ ആദ്യം തന്നെ അവർ ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ുമായി നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് മഹാൻ അതിനിവാരണായ 3 സ്വഹാബികൾ ഇറങ്ങിച്ചെന്നു. അവര് പറഞ്ഞു, എടോ നിങ്ങളെ കൂടെ അവരോട് ഇറങ്ങി വരാൻ പറ. അപ്പോഴാണ് പൊരുതാൻ പോലും സാധിക്കാതെ കഴിഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും? ഈ പരീക്ഷണത്തിന് മുതിരുന്നത് ബുദ്ധിയല്ല. നമ്മൾ ഇത്രയും ആളുകൾ ഉണ്ടല്ലോ, അതിനാൽ ഒന്നിച്ചൊരു അറ്റാക്ക് അവരെ നമുക്ക് വലിച്ചു കളയാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് രംഗത്ത് വന്നത്. പക്ഷേ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഈ വന്നവരിൽ 70 കശ്മലന്മാർ അങ്ങനെ അവസാനം പരാജയപ്പെട്ട് ഇവര് തോറ്റു ഓടി. അല്ലാഹുവിന്റെ സഹായത്താല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും വലിയ ശുജായികളായ ഖുറൈശികളെ തോൽപ്പിച്ചവർ എന്നത് അതൊരു വലിയ ബഹുമതിയായി. അങ്ങനെ ഈ 70 പേരെയുമായി റസൂലുള്ളാഹി മക്കയിലേക്ക് പോയി. ആ കൂട്ടത്തിൽ അവിടുത്തെ എളാപ്പയായ അബ്ബാസ് തങ്ങളുണ്ട്. അബ്ബാസ് നാട്ടില് മുസ്ലിം ആയിട്ടുണ്ട്, അബ്ബാസുകളും ഭാര്യയും ഒക്കെ. പക്ഷെ പുറത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ യുദ്ധത്തിന് പോന്നതാ. പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പം അവരും കൊണ്ടുവന്നു. ആ കൊണ്ടുവരപ്പെട്ട ജയിൽ പുള്ളികളെ, യുദ്ധത്തടവുകാരെ മദീനത്തെ പള്ളിയുടെ ചെരുവിൽ അവർക്ക് താമസ സൗകര്യമൊരുക്കി. ആ സമയത്തതാ സ്വഹാബത്തൊക്കെ സന്തോഷത്താണ്. നബി മാത്രം നബി അവിടുന്ന് കരയുന്നത്. നബി പ്രതികരിച്ചു, അബ്ബാസ് അങ്ങനെ കരച്ചിലല്ലേ ഞാൻ കേൾക്കുന്നത്. തലയെടുക്കാൻ വന്നമായ ഹബീബിന് സഹിക്കാൻ കഴിയുന്നില്ല. എത്രയാണ് അവിടുത്തെ സ്നേഹം. സ്വഹാബികൾ ചെറില്ല. അപ്പൊ മുത്തുനബി അന്വേഷിക്കുന്നു, അബ്ബാസ്, എന്തു പറ്റി? അബ്ബാസിന്റെ നിലവിളിപ്പം കേൾക്കുന്നില്ലല്ലോ. സ്വഹാബിയെ, അദ്ദേഹത്തിന്റെ കരച്ചിൽ നിങ്ങളെ ഉറക്കം കെടുത്തിയതിനാൽ ഞങ്ങളെ കടിച്ചിട്ട് സുഖമായി ഉറങ്ങുകയാണ്. ഞങ്ങൾ
മോചനം ലഭ്യപ്പെടുത്തിയാൽ പോകാം. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക നോക്കിയിട്ട് എല്ലാവർക്കും ഒരു കുഴപ്പം. ഇനി നിങ്ങളെ ആരെങ്കിലും ആ വിധത്തിൽ പണമടച്ച് രക്ഷപ്പെടാൻ വകുപ്പില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തലമുറകളുടെ ഊർജം എങ്ങനെ ഉപയോഗിക്കണമെന്ന പാഠവും കൂടി ഹബീബ് പഠിപ്പിക്കുകയാണ്. വല്ലം യകുൻ മഅഹു കിതാബുൻ വഹുവ യഹ്ഫുദു കിതാബാ. ആരെങ്കിലും ഫിദിയ നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവരുണ്ടെങ്കിൽ അയാൾ എഴുതാനും വായിക്കാനും അറിയുന്ന സാക്ഷരനും ആണെങ്കിൽ നിരക്ഷരരായ 10 കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ 10 കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മോചന ദ്രവ്യമായി കണക്കാക്കുന്നു. കേരളത്തിലൊരു DG പറഞ്ഞല്ലോ, എന്താണ് ജയിലിലുള്ള ആളുകൾക്ക് പ്രചോദനം ആരോഗ്യത്തിന്റെ ഏതാരമായ മുഹമ്മദ് റസൂലുള്ളാഹി ആണ്. അവരവിടെ ആസ്വദിക്കുന്നതെന്താ? ഓരോരുത്തരുടെയും കടവിലും കൊലപാതകത്തിലും ബലാത്സംഗത്തിലുള്ള അറിവുകൾ നോക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽക്കാൻ ജയിലാകുന്ന അവസ്ഥയാണ്. ഇതിന് പകരം അവരുടെ ശേഷിയും കഴിവും ഉപയോഗപ്പെടുത്തുന്ന പാഠം ലോകത്തെ പഠിപ്പിച്ച നായകനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അങ്ങനെ മുത്തുനബിയത ജീവിച്ചു കൊടുക്കുമ്പോൾ ഹാപ്പയായ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ബന്ധുവായ ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. ഓൻ പാവപ്പെട്ടവനാണ്. അപ്പൊ അബ്ബാസുങ്ങൾ പറഞ്ഞു, ഓന്റെ അതെന്തിനാ ഞാൻ അടക്കണം? നിങ്ങൾ പണക്കാരനാവുകൊണ്ട് നിങ്ങൾ അടക്കണം. അപ്പൊ ഇത്ര ഒന്നും അടക്കാൻ എനിക്ക് കഴിയൂലെന്ന്. എന്റെ അടുത്ത് അതിനുള്ള കാശൊന്നുമില്ല. ഇത് പറഞ്ഞപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഅൈനൽ മാലുല്ലദീ ദഫൻതഹു അൻത വ ഉമ്മുൽ ഫളി. നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഉമ്മുൽ ഫളലും കുഴിച്ചിട്ട ധനം എവിടെ പോയി? ഇതൊരു വലിയ രഹസ്യമാണ്. അബ്ബാസ് തങ്ങൾ ബദറിലേക്ക് വലിച്ചഴിക്കപ്പെട്ടതാണ്. അബൂജഹലിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോന്നതാണ്. പോരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയ പണക്കിഴി, സ്വർണനാണയങ്ങൾ ഭാര്യയോടൊപ്പം രഹസ്യമായി വീട്ടിന്റെ ഒരു മൂലയിൽ ഭദ്രമായി കുഴി കുടിച്ച് അതിൽ മൂടി. എന്നിട്ട് ഭാര്യയോട് വസിയത്ത് ചെയ്തു, ഈ യുദ്ധത്തിൽ എനിക്ക് വല്ലതും സംഭവിച്ചാൽ അതിന് ഇത്ര വിഹിതം നിനക്കാണ്, ഇത്ര നമ്മളെ ഇന്ന മക്കൾക്കാണ് എന്ന് വസിയത്ത് ചെയ്തിട്ടാണ് ഇവര് പോന്നത്. വേറെ ഒരു കുട്ടി ഈ സംഭവം അറിയൂല. നബി തങ്ങൾ അതിനെ സംബന്ധിച്ചാ ചോദിക്കുന്നത്, നിങ്ങളും ഭാര്യ ഉമ്മുൽ ഫദ്ലും കുഴിച്ചിട്ട പണം എവിടെ? അപ്പതാ എന്നിട്ട് നിങ്ങൾ ഭാര്യയോട് പറഞ്ഞല്ലോ, ഇന്നുസിബ്തു ഫീ സഫരി ഹാദാ ഫഹാദൽ മാലു ലിബനിയ. ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ, ആ പണം എന്തേ എന്ന് ചോദിച്ചപ്പോഴാണ് അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലഅലമു അന്നക റസൂലുള്ളാഹ്. ഇപ്പോൾ ഞാനിതാ അറുത്തു മുറിച്ചു വിശ്വസിക്കുന്നു, അങ്ങ് അള്ളാന്റെ ദൂതര് തന്നെ. ഇന്ന ഹാദാ ശൈഉൻ മാ അലിമഹു അഹദുൻ ഗൈരി വഗൈറു ഉമ്മു ഫളൽ. ഉമ്മുൽ ഫളലും ഞാനുമല്ലാത്ത ഒരു കുട്ടി പോലും ഈ വിഷയം അറിയില്ല. അത് അവിടുന്ന് പറഞ്ഞല്ലോ, അങ്ങ് അള്ളാന്റെ റസൂല് തന്നെ. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. നബി ഇങ്ങനെ മറഞ്ഞ കാര്യം പറയണേൽ പിശുക്ക് കാണിച്ചാളല്ല, ആവശ്യമുള്ളിടത്ത് യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്.
ആവശ്യമില്ലാത്തടത്ത് പറയാറില്ല. അറിയാത്തത് കൊണ്ടോ അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ടോ അല്ല, ചില മസ്ലഹത്ത് ഉദ്ദേശിച്ച് ചിലയിടത്ത് ഇങ്ങനത്തെ ഗൈബ് പറയൂല. ഇത് ചൂണ്ടിക്കാട്ടി റസൂലുള്ള ഗൈബ് അറിയൂല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നബി എന്നതിന്റെ പരിഭാഷ നമ്മൾ പ്രവാചകൻ എന്ന് പറയും. പ്രവാചകൻ വരാൻ പോകുന്നത് മുൻകൂട്ടി പ്രവചിക്കുന്നവൻ എന്നല്ലേ? പ്രവാചകൻ ഭാവി അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായി? അത് നേരെ വൈരുദ്ധ്യ. ആ പ്രയോഗം തന്നെ വൈരുദ്ധ്യാണ്. അള്ളാഹു അവന്റെ അമ്പിയാക്കൾക്ക് അവരാഗ്രഹിക്കുമ്പോൾ ഏത് ഗൈബും അറിയിച്ചു കൊടുക്കും. അതറിയാനുള്ള ഒരു കെൽപ്പ് തന്നെ സാധാരണ മനുഷ്യർക്കില്ലാത്തത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ നുബുവത്തിന്റെ പ്രത്യേകത വിശദീകരിച്ച കൂട്ടത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച് അംഗീകരിച്ചതായി കാണാവുന്ന ഒരു വസ്തുതയാണ്. അതാണ് മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മദീനയിൽ ഈ വിജയം നേടി മുന്നോട്ട് പോകുകയാണ്. ഒരു കൊല്ലം ഇതിങ്ങനെ ആലോചിച്ച് പ്രയാസപ്പെട്ട് നിന്ന് അവരാകെ വേദനിച്ചു. എന്താണ് ഇതിനൊരു പരിഹാരം? ഓർക്കാൻ കഴിയാത്തൊരു പാടില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു അബൗദിക ശക്തി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ കഴിയും. മക്കയിലെ പല സ്ത്രീകളും നോമ്പ് നോറ്റു. അവർ പ്രതിജ്ഞ ചെയ്തു, ഇനി കുളിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, ഇതിന് പ്രതികാരം ചോദിക്കാതെ. അങ്ങനെ ഖുറൈശികൾ കടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷം തന്നെ അവരൊരുങ്ങുകയാണ് ഈ വലിയ പരാജയത്തിന് പ്രതികാരം വീട്ടാൻ. ഇൻഷാ അല്ലാഹ് അത് മുതൽക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരേക്കുമുള്ള വിഷയങ്ങൾ നമുക്ക് നാളെ പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന്